നമസ്കാരം. ഡസ്റ്റിൻ റൈസിന്റെ വാക്കുകൾ കേട്ടതും തോംസണും അന്നയും ഹെയ്സലും ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. പെട്ടെന്ന് തോംസൺ ആ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചു. ശരിക്കും ഒരു അവിശ്വസനീയത എല്ലാവരുടെയും മുഖത്തുണ്ട്. സിംസൺ ആ വൈൻ ബോട്ടിൽ അവിടെ വെച്ചാണ് പൊട്ടിച്ചത്. എന്നിട്ടും ആ വൈനിൽ വിഷമുണ്ടെന്ന് ഡസ്റ്റിൻ പറഞ്ഞപ്പോ അത് വിശ്വസിക്കാൻ അവർക്കൊരു മടി. അന്ന ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, ഞങ്ങളത് സിൽവർ നീഡിൽ ഉപയോഗിച്ച് പരിശോധിച്ചതാണ്. ആ വൈൻ ബോട്ടിൽ അവിടേക്ക് കൊണ്ടുവരും മുമ്പ് തന്നെ വൈൻ ബോട്ടിലിനകത്തേക്ക് ശരിക്കും നീളമുള്ള ഒരു സിൽവർ നീഡിൽ മുകളിലത്തെ ആ അടപ്പുഴി കയറ്റി നോക്കിയതാണ്. സിൽവർ നീഡിലിൽ മാറ്റമുണ്ടായാൽ വൈനിൽ വിഷമുണ്ടെന്ന അർത്ഥമാണ്. വിഷമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അന്ന ആ വൈൻ അവിടെ എത്തിച്ചത്. അന്നയുടെ ബോഡി ഗാർഡുകൾ ആ കാര്യം അന്നോട് അപ്പൊ തന്നെ പറയുകയും ചെയ്തു. അന്ന പറഞ്ഞത് കേട്ടതും ഡസ്റ്റിൻ അന്നയോട് പറഞ്ഞു, ചിലപ്പോ നമുക്ക് കാണാൻ കഴിയാത്ത ശൈലിയിലും വിഷം വൈനിൽ കലർത്താൻ പറ്റും. ഡസ്റ്റിൻ പറയുന്നത് അവർക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഡസ്റ്റിൻ ആ മേശപ്പുറത്ത് നിന്ന് ഒരു ചെറിയ ഫോർക്ക് എടുത്തിട്ട് ഡസ്റ്റിന്റെ വിരലിലോട്ടൊരു കുത്ത്. ആ വിരലിലേക്ക് ഡസ്റ്റിൻ ആ ഫോർക്ക് കൊണ്ട് കുത്തിയതും വിരല് ഒന്ന് മുറിഞ്ഞു. അതിൽ നിന്ന് രക്തം ഡസ്റ്റിൻ ആ വൈൻ ഗ്ലാസിനകത്തേക്ക് സാവധാനം ഇറ്റി വീഴ്ത്തി. ഡസ്റ്റിൻ റൈസിന്റെ കയ്യിൽ നിന്ന് രക്തത്തുള്ളികൾ ആ വൈൻ ഗ്ലാസിനകത്തേക്ക് വീഴുന്ന നിമിഷം വരെയും ആ വൈൻ ഗ്ലാസ് ഒരു പ്രത്യേകതയുമില്ലാത്ത ഗ്ലാസ്സാണ്. ആ വൈൻ ഗ്ലാസിനകത്ത് രക്തത്തുള്ളികൾ വീണതും പെട്ടെന്ന് ആ വൈൻ ഒന്ന് ഇളകി. ആ വൈനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്ന ശൈലിയിൽ ഒരു ഇളക്കം വൈനകത്ത് കാണുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ശൈലിയിലുള്ള ചെറിയ സൂക്ഷ്മജീവികൾ ഒരുപാട് ആ വൈനകത്തുണ്ടെന്ന് അടുത്ത നിമിഷം തന്നെ അവിടെ എല്ലാവർക്കും ബോധ്യമായി. ആ രക്തം വീണ ഭാഗത്തേക്ക് ആ വൈൻ ഗ്ലാസിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു അനക്കം ഉണ്ടായി. ശരിക്കും ഒരു ഇര വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ മീനുകൾ ഓടി വരുന്ന പോലെ എന്തൊക്കെയോ സംഭവങ്ങൾ ആ വൈൻ ഗ്ലാസിൽ രക്തം വീണ ഭാഗത്തേക്ക് ഓടിയെത്തി. ഡസ്റ്റിൻ റൈസിന്റെ വിരലിൽ നിന്ന് രക്തത്തുള്ളികൾ വീഴുന്നതിന്റെ അളവ് കൂടിയതും ആ രക്തം വീണ ഭാഗം ശരിക്കും തിളച്ചു മറിയും പോലെ ഒന്ന് അനങ്ങി തുടങ്ങി. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗമാണ് സകലരും കാണുന്നത്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആ വൈൻ ഗ്ലാസ് ആകെ പതയുകയാണ്. ആ വൈൻ ഗ്ലാസിനകം ഇപ്പോ ശരിക്കും വിസിബിളാണ്. ആയിരക്കണക്കിന് മുട്ടകൾ പൊട്ടി വിരിഞ്ഞ് കുഞ്ഞു ജീവികൾ ഉണ്ടായിരിക്കുന്നത് പോലെ ഒരു തോന്നൽ ആ ഗ്ലാസിനകത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുന്ന ഏവർക്കും കാണാം. എല്ലാവരും അന്തവിട്ട് നിൽക്കെ ഡസ്റ്റിൻ അവർക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. നമ്മൾ ഈ വൈൻ കുടിക്കുമ്പോൾ ഈ വൈനകത്തുള്ള മുട്ടകൾ നമ്മുടെ വയറ്റിനകത്ത് എത്തും. അവിടെ നമ്മുടെ വയറുമായി ഈ മുട്ടകൾ പൊട്ടി വരുന്ന ചെറു സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ചു തുടങ്ങും. നമ്മുടെ കുടലിനെ അവ നിമിഷ നേരം കൊണ്ട് കാർന്നു തിന്നും. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പ് കുടൽ ഈ ജീവികളുടെ ആക്രമണത്തിൽ തീർന്നിരിക്കും. നിമിഷ നേരം കൊണ്ടാണ് അവ പെറ്റുപെരുകുക. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവികളായി ആ സംഭവം വളരുമെന്നാണ് ഡസ്റ്റിൻ സൂചിപ്പിക്കുന്നത്. ഒരു തരത്തിലും ആർക്കും സംശയം തോന്നാത്ത ശൈലിയിൽ ആളുകളെ കൊല്ലാൻ പറ്റിയ പരിപാടി. സിൽവർ നീഡിൽ ഉപയോഗിച്ചാലൊന്നും ആ അണുക്കളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. രക്തം കലർന്ന ഒരു ലായനിക്കുള്ളിലേക്ക് ആ മുട്ടകളും ജീവികളും എത്തുമ്പോൾ മാത്രമേ അവ പ്രവർത്തിച്ചു തുടങ്ങൂ. അല്ലെങ്കിൽ രക്തത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് അവ എത്തണം. വൈൻ കുടിക്കുമ്പോൾ രക്തത്തിന്റെ സാന്നിധ്യമുള്ള ഭാഗങ്ങളിൽ വൈൻ എത്താനുള്ള സർവ്വസാധ്യതയുമുണ്ട്. അവിടെ വെച്ചാണ് വൈൻ കുടിക്കുന്ന ആളെ ആ ഗ്ലാസിനകത്തുള്ള സൂക്ഷ്മജീവികൾ ആക്രമിച്ചു തുടങ്ങുക. ഡസ്റ്റിൻ വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അന്ന ശരിക്കും ഷോക്ക്ഡാണ്. അന്നയും സിംസൺ തോംസണും ഒന്നിച്ച് കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരാണ്. തോംസൺ കുടുംബത്തിന്റെ സഹായത്തോടു കൂടിയാണ് അന്ന പഠനം നടത്തിയതും അവസാനം തോംസൺ കുടുംബത്തിന്റെ തന്നെ ഒരു സപ്പോർട്ട് മെക്കാനിസമായി മാറിയതും. അന്നയ്ക്ക് സിംസൺ എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. അവൾ വിഷമത്തോടെ സിംസണോട് പറഞ്ഞു, മാസ്റ്റർ ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി. ഹേയ് അന്ന, അങ്ങനെയൊന്നും പറയാതെ. ഇതിനകത്ത് നിനക്ക് വേറെ റോളൊന്നുമില്ല. നീ വിചാരിച്ചാലും ഈ കാര്യം തടുക്കാൻ പറ്റില്ലായിരുന്നു. അന്നയും അന്നയുടെ സബോർഡിനേറ്റ്സും 100% സിംസണോട് ആത്മാർത്ഥത സൂക്ഷിക്കുന്ന ആളുകളാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഒരു തെറ്റും ഉണ്ടാകില്ലെന്ന് സിംസൺ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അന്നയെ ആശ്വസിപ്പിച്ചുകൊണ്ട് സിംസൺ അങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് ഹെയ്സൽ സിംസണോട് ചോദിച്ചു, സിംസൺ ആരായിരിക്കാം നമ്മളെ ടാർഗറ്റ് ചെയ്തത്? ആ ചോദ്യം സിംസന്റെ മനസ്സിലുമുണ്ട്. സിംസൺ ഹെയ്സലിനോട് പറഞ്ഞു, ഞാനും അതാ ആലോചിക്കുന്നത്. സിംസൺ, നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഈ അടുത്ത കാലത്തായി നിങ്ങൾ ആരെങ്കിലും ശത്രുക്കളാക്കിയിട്ടുണ്ടോ? ഹെയ്സൽ, ഞാൻ ആ കാര്യം ആലോചിച്ചു. സാധാരണഗതിയിൽ ഞാൻ പബ്ലിക്കുമായിട്ട് അധികം ഇടപഴകാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ എനിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ വളരെ അപൂർവമായിട്ടേ പൊതുജന മധ്യത്തിൽ ഇറങ്ങി ഏതെങ്കിലും ഫംഗ്ഷൻ പങ്കെടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ
എന്നെ ആളുകൾക്ക് അറിയാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ശത്രുതയെക്കുറിച്ച് പറയുമ്പോൾ സ്ട്രാറ്റ്ഫോർഡും ടോർബിയും എന്നോട് ശത്രുത തോന്നാൻ സാധ്യതയുള്ളവരാണ്. തോംസൺ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് കേട്ടതും ഡസൻ റൈസ് പറഞ്ഞു, മിസ്റ്റർ തോംസൺ പറഞ്ഞത് ശരിയാണ്. ടോർബിയും സ്ട്രാറ്റ്ഫോർഡും അല്ലാതെ വേറെ ആരും ഈ ശൈലിയിൽ ഇടപെടാൻ സാധ്യതയില്ല. അത് കേട്ടതും തോംസൺ പറഞ്ഞു, അന്ന നീ നിന്റെ ടീമിനെ റെഡിയാക്ക്. നമുക്ക് ടോർബി കുടുംബത്തിനെ വരച്ച വരയിൽ നിർത്തേണ്ടിയിരിക്കുന്നു. ടോർബി കുടുംബത്തോട് നമുക്ക് ചോദിക്കണം. തോംസന്റെ ആജ്ഞ കിട്ടിയതും അന്ന അവളുടെ സബോർഡിനേറ്റ്സിനോട് ആജ്ഞ കൊടുക്കാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ ഡസൻ അന്നയെ തടുത്തു. അന്ന നിക്ക് മിസ്റ്റർ തോംസൺ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ എന്താ ടോർബി കുടുംബത്തിലേക്ക് ഇരച്ചു കയറാൻ പോവുകയാണോ? അത് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് അറിയാവൂ. തോംസൺ കുടുംബം ശക്തമാണ്, ടോർബി കുടുംബവും ശക്തമാണ്. ശക്തരായ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടാവും. ആ കാര്യം ഡസൻ റൈസ് തോംസനോട് വിശദീകരിച്ചപ്പോൾ തോംസൺ ഡസനോട് ചോദിച്ചു, ഡസൻ ഞാനപ്പോ ഇവര് വെറുതെ വിടണമെന്നാണ് പറയുന്നത്? സിംസൺ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരെ വെറുതെ വിടണ്ട, പക്ഷെ അവരെ നേരിടാൻ ഈ പ്ലാൻ പോരാ. ഡസൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഹെയ്സൽ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും ഡസൻ ഹെയ്സലിനോടും തോംസനോടായി പറഞ്ഞു, ഈ വൈൻ ബോട്ടിലിൽ ആ മുട്ടകൾ നിക്ഷേപിച്ച വ്യക്തിയുടെ കയ്യിൽ ഉറപ്പായും ഈ മുട്ടകളുടെ മാതൃവിര ഉണ്ടാകണം. അയാൾ സ്വാഭാവികമായിട്ടും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാവും. അയാളുടെ കയ്യിലുള്ള മാതൃവിരയ്ക്കും ഈ ബോട്ടിലെ കുഞ്ഞുങ്ങൾക്കും തമ്മിൽ വ്യക്തമായ ബന്ധമുണ്ട്. ശരിക്കും ദൂരത്തിരുന്ന് അയാൾക്ക് കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ റൈസ് ഡസന് മുന്നിലേക്ക് ഒഴിച്ചു വെച്ച ആ വൈൻ എടുത്തങ്ങ് കുടിച്ചു. അതിനകത്ത് നിറയെ വിരകളുടെ കുട്ടികളുണ്ട്. ആ വൈനങ്ങ് ഡസൻ പെട്ടെന്ന് കുടിക്കുന്നുണ്ടതും ഹെയ്സലും അന്നയും തോംസനും ഒക്കെ ഞെട്ടിപ്പോവുകയാണ്. അവർ ഡസൻ തടയാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഡസൻ അവരോട് പറഞ്ഞു, സാരമില്ല, ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഇപ്പൊ പക്ഷേ ഒരു കാര്യം നടക്കും. ഡസൻ, എന്ത് കാര്യം നടക്കാൻ പോകുന്നത്? ഞാൻ ഈ വൈൻ കുടിച്ച കാര്യം ഉറപ്പായും ഈ മുട്ടകൾ ഇതിനകത്ത് നിക്ഷേപിച്ച വ്യക്തി അറിയാൻ സാധ്യതയുണ്ട്. അയാളുടെ മാതൃവിര ഉറപ്പായും ആ മുട്ടകൾ പൊട്ടുമ്പോൾ എന്തെങ്കിലും ലക്ഷണം കാണിക്കും. ആ നിമിഷത്തിൽ അയാൾ എന്നെ തേടി വരാൻ സാധ്യതയുണ്ട്. ഡസൻ, അയാൾ തേടി വരുമെന്നോ? അതെ, ഉറപ്പായും അയാൾ എന്നെ തേടി വരും. ഡസൻ, അപ്പൊ ഞങ്ങൾ റെഡിയായി നിൽക്കണ്ടേ? തോംസൺ, അതൊന്നും വേണ്ട. തൽക്കാലം തോംസൺ വീട്ടിലേക്ക് മടങ്ങണം. പോയിട്ട് സുഖമായി ഒന്ന് കിടന്നുറങ്ങും. ഹെയ്സൽ, നിന്നോട് കൂടിയാണ് ഞാൻ അത് പറയുന്നത്. ഡസൻ എന്താ ഈ പറയുന്നത്? ഡസനെ ഇങ്ങനെ വിട്ടിട്ട് ഞങ്ങൾ പോയി കിടന്നുറങ്ങാനോ? അതെ ഹെയ്സൽ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്റെ അടുത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അയാൾ മിക്കവാറും ഈ രാത്രിയിൽ എന്നെ തേടി വരും. അയാൾക്ക് എന്റെ അടുത്തേക്ക് എത്താൻ എന്തോ മാർഗമുണ്ട്. അയാളുടെ കയ്യിലെ ആ മാതൃവിരയ്ക്ക് എന്റെ അടുത്തേക്ക് അയാളെ നയിപ്പിക്കാൻ കഴിയും. എനിക്കത് ഉറപ്പാണ്. ഇത് വിച്ച് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കാണ്. ഡസൻ റൈസ് ശരിക്കും ആ ടെക്നിക്ക് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഡസന് എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് വ്യക്തമായിട്ട് അറിയാം. ഡസൻ റൈസ് ആവശ്യപ്പെട്ട പ്രകാരം തോംസനും ഹെയ്സലും അന്നയും ടീമും ഒക്കെ അവിടെ നിന്ന് വേഗം മാറി. ആ രാത്രിയിൽ ഡസനെ തിരക്കി അപരിചിതനായ ഒരാളോ ഒന്നിലധികം ആളുകളോ എത്തുമെന്ന് ഡസൻ തോംസനും ടീമിനും വാക്കുകൊടുത്തിരിക്കുകയാണ്. ഈ സംഭവം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാണ്. നല്ല ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് സൗത്ത് സിറ്റിയിലെ ഹോട്ടലിലെ ഒരു VIP മുറി. ആ VIP മുറിയിൽ ഒരു സിറ്റ് ഔട്ടും രണ്ട് സ്പെഷ്യൽ മുറികളുമുണ്ട്. ആ സ്പെഷ്യൽ മുറികളിൽ ഒരെണ്ണം അടഞ്ഞു കിടക്കുകയാണ്. സിറ്റ് ഔട്ടിലുള്ള ഓവൻ സ്ട്രാറ്റ്ഫോർഡ് അക്ഷമനായി ആ സിറ്റ് ഔട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. സിറ്റ് ഔട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓവൻ നടക്കുകയാണെങ്കിലും അയാളുടെ കണ്ണുകൾ അടഞ്ഞു കിടക്കുന്ന ആ മുറിയുടെ വാതിലിലാണ്. അയാൾ ഏകദേശം ഒരു 7 തവണ അങ്ങനെ നടന്നപ്പോൾ പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ തുറന്നു. ആ വാതിൽ തുറന്നതും ഒരു മെല്ലിച്ച മനുഷ്യൻ വാതിൽ വഴി പുറത്തേക്ക് വരികയാണ്. അയാൾ പുറത്തേക്ക് വരുന്ന ആ നിമിഷത്തിൽ അകത്തെ ദൃശ്യം ഓവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നഗ്നരായ 3 സ്ത്രീകളെയാണ് അകത്ത് ഓവൻ കാണുന്നത്. ആ 3 സ്ത്രീകളും ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അവരുടെ ദേഹത്തൂടെയൊക്കെ രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. വളരെ മൃഗീയമായി ആ 3 സ്ത്രീകളെയും പീഡിപ്പിച്ച വ്യക്തിയാണ് ഇപ്പോ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നതും വാതിലങ്ങ് അടഞ്ഞു. ഏതാനും നിമിഷത്തേക്ക് മാത്രമാണ് ഓവന് അകത്തെ കാഴ്ച കാണാൻ പറ്റിയത്. ആ കാഴ്ച ഓവനെ ശരിക്കും ഉലച്ചിട്ടുണ്ട്. മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിയ മനുഷ്യൻ ഓവനെ കണ്ട് ഒന്ന് ചിരിച്ചു. മിസ്റ്റർ ഓവൻ, ഞാൻ നിങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. സർ റോൺ, എന്താ അങ്ങനെ പറഞ്ഞേ? മിസ്റ്റർ ഓവൻ, എന്റെ ടേസ്റ്റിന് പറ്റിയ യുവതികളെയാണ് നിങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വന്നത്. അതിൽ എനിക്ക് ഒരുപാട് സംതൃപ്തിയുണ്ട്. ശരിക്കും മൃഗീയമായി സ്ത്രീകളോട് ഇടപെടുന്ന ഒരു കഥാപാത്രമാണ് ഈ റോൺ. ആ റോണിന്റെ ടേസ്റ്റിന് പറ്റിയ സ്ത്രീകളെ തന്നെ അവിടെ എത്തിച്ചു കൊടുക്കാൻ ഓവന് പറ്റിയിരിക്കുകയാണ്. പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് ഓവൻ റോണിനോട് ചോദിച്ചു, സർ റോൺ, അങ്ങ് ഏറ്റ കാര്യം എന്താവും? ഓവൻ, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട.
എന്റെ ശിഷ്യനാണ് ആ കാര്യം ചെയ്യുന്നത്, അയാൾ ഉറപ്പായിട്ടും ആ കാര്യം ചെയ്തിരിക്കും. മിസ്റ്റർ റോൺ, 100% എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? ഹേയ് ഓവൻ, എന്തിനാ ഇത്ര സംശയിക്കുന്നത്? ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോട്ടെ മിസ്റ്റർ ഓവൻ, ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് കരുതിയിരുന്നതാണ്. മിസ്റ്റർ റോൺ, എന്താണ് ആ കാര്യം? മിസ്റ്റർ ഓവൻ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രധാനപ്പെട്ട വ്യക്തി സ്റ്റോഡിയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ മിസ്റ്റിക് ആർട്സ് ഓർഡർ നിങ്ങളെ സഹായിക്കും. ഡ്രാഗൺ മാർഷൽ എല്ലാവരും അറിയുന്ന 3 പ്രധാന ശക്തികളാണ് ഉള്ളത്. അതിലൊന്ന് ബെലാർമോ മാർഷൽ അലയൻസ് ആണ്. അവർ യഥാർത്ഥത്തിൽ ബെലാർമോ മേഖലയിൽ നിന്നാണെങ്കിലും സ്റ്റോണിയിലും എല്ലാ മേഖലയിലും അവരുണ്ട്. രണ്ടാമത്തെ സംഘടന എന്ന് പറയുന്നത് സോഡ് സെക്ഷനാണ്. വാൾപയറ്റാണ് അവരുടെ പ്രത്യേകത. സോഡ് സെക്ഷൻ അധികം ആളുകളില്ലാത്ത ഒരു സംഘടനയാണ്. പക്ഷെ അതിലുള്ള ആളുകളെ ചലഞ്ച് ചെയ്യാൻ സാധാരണഗതിയിൽ ആരും ശ്രമിക്കാറില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് സോഡ് സെക്ഷനിലെ ഒരാളെ ബെലാർമോ ആർട്സുമായി ബന്ധപ്പെട്ട കുറച്ചുപേർ ചലഞ്ച് ചെയ്തിരുന്നു. അതിന്റെ ഫലം നിമിഷ നേരം കൊണ്ട് 100 കണക്കിന് മാർഷൽ ആർട്സ് അലയൻസിന്റെ ആളുകളുടെ തല നഷ്ടപ്പെട്ടതാണ്. ആ സോഡ് സെക്ഷനിലെ ആ ചെറുപ്പക്കാരൻ ശരിക്കും ബെലാർമോ ആർട്സിലെ ആ മാർഷൽ ആർട്സ് എക്സ്പെർട്ടുകളെ വല്ലാതങ്ങ് ഭയപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം സോഡ് സെക്ഷനുകാരുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ഫൈറ്റിനും ബെലാർമോ ആർട്സിലെ ആരും തന്നെ ശ്രമിക്കാറില്ല. മൂന്നാമത്തെ സംഘടന എന്ന് പറയുന്നത് മിസ്റ്റിക് ആർട്സ് ആണ്. മിസ്റ്റിക് ആർട്സിന്റെ തലവന് എപ്പോൾ വേണമെങ്കിലും എംബറുമായി നേരിട്ട് സംസാരിക്കാൻ പറ്റും. അതാണ് അവരുടെ ഐഡന്റിറ്റി. ഈ മിസ്റ്റിക് ആർട്സിലും വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. പക്ഷെ അവർ മിസ്റ്റിക് ആർട്സിൽ പ്രാഗൽഭ്യമുള്ളവരാണ്. ആ മിസ്റ്റിക് ആർട്സിന്റെ ഭാഗമായ റോണാണ് ഇവിടെ ഇപ്പോ ഓവനോട് അവരുടെ ഒരു പ്രമുഖ നേതാവ് സ്റ്റോണിയിലേക്ക് വരുന്നു എന്ന കാര്യം സൂചിപ്പിക്കുന്നത്. മിസ്റ്റിക് ആർട്സുമായി ബന്ധമുണ്ടാക്കാൻ പറ്റിയാൽ പിന്നെ തോംസൺ ഗ്രൂപ്പും ലങ്കാസ്റ്ററും ഒന്നും സ്ട്രാറ്റ്ഫോർഡിനും ഒരു വിഷയമേ അല്ല. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു അവസരം ഇതാ സ്ട്രാറ്റ്ഫോർഡിന് തേടി വന്നിരിക്കുകയാണ്. വിവരം കേട്ടതും ഓവൻ സ്ട്രാറ്റ്ഫോർഡ് റോണോട് പറഞ്ഞു, സർ റോൺ, ഇത് ശരിക്കും വല്ലാത്തൊരു അവസരമാണല്ലോ. ശരിക്കും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അങ്ങിതാ ഞങ്ങൾക്ക് നൽകുകയാണ്. ഓവൻ, എന്റെ ടേസ്റ്റിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നീ തയ്യാറാകുമ്പോൾ ഞാൻ നിന്നെ സംരക്ഷിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യില്ലേ? അങ്ങനെ റോൺ പറഞ്ഞതും ആ മുറിയുടെ വാതിൽ ആരോ തുറന്നു. വാതിൽ തുറന്ന ആളെ കാണാൻ കഴിയുന്നില്ലെങ്കിലും വാതിലിനകത്തേക്ക് ഒരു വലിയൊരു തുണിസഞ്ചി പൊങ്ങി വരുന്നത് അകത്തുള്ള റോണും അതുപോലെ ഓവനും കണ്ടു. നല്ല ഒരു തുണിസഞ്ചി ആ മുറിയുടെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ട് താഴേക്ക് ഇങ്ങനെ താഴ്ന്നു വരികയാണ്. ആ തുണി താഴേക്ക് വന്ന് വീഴുമ്പോൾ ശരിക്കും ഒരു അമ്പരപ്പ് ഓവനും അതുപോലെ റോണിനുമുണ്ട്. ആരോ ആ മുറിക്കുള്ളിലേക്ക് ഒരു തുണിക്കെട്ട് വലിച്ചെറിഞ്ഞതാണ്. താഴേക്ക് ആ തുണിക്കെട്ട് വന്ന് വീണതും ആ തുണിയുടെ കെട്ടം കഴിഞ്ഞു. ആ ഭാണ്ഡക്കെട്ടിൽ നിന്ന് കെട്ട് അഴിഞ്ഞതും തുണി 4 ഭാഗത്തേക്ക് അങ്ങ് വിടർന്നു. ഇപ്പോ ആ തുണിക്കകത്തുള്ള വസ്തുവിനെ അവർക്ക് 2 പേർക്കും കാണാം. അതിനകത്തിരിക്കുന്നത് ഒരു തലയാണ്, ഒരു മനുഷ്യന്റെ തല. ആ തലയിലേക്ക് നോക്കിയ റോൺ ഒന്ന് കിടുങ്ങിയെന്ന് പറയാം. അയാളുടെ ശിഷ്യന്റെ തലയാണ് ആ തുണിക്കകത്തിരിക്കുന്നത്. അലക്സ് എന്ന പേരുള്ള ഒരു ശിഷ്യനെ അയാൾ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. ആ ആളുടെ തലയാണ് അവിടെ ഇരിക്കുന്നത്. റോണിന്റെ അമ്പരപ്പ് കണ്ടതും ഓവൻ റോണിനോട് ചോദിച്ചു, സർ റോൺ, എന്തു പറ്റി? ആരാ ഇത്? ഓവൻ, ഞാൻ ഈ അലക്സിനെയാണ് നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചത്. സിംസൺ തോംസനെയും ഡസൻ റൈസിനെയും ഹെയ്സൽ ലങ്കാസ്റ്ററെയും ബാക്കിയുള്ള ആളുകളെയൊക്കെ ഇല്ലാതാക്കാനായി ഓവന് വേണ്ടി റോൺ ഏർപ്പാടാക്കിയ വ്യക്തിയാണ് അലക്സ്. ആ അലക്സിന്റെ തലയാണ് അവിടെ ഇരിക്കുന്നത്. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഓവൻ ശരിക്കും ഒന്ന് അടങ്ങി. മിസ്റ്റർ റോൺ, അപ്പൊ ഇത് ആരാ ചെയ്തത്? റോണ് അതിന് മറുപടി പറയാൻ പോയപ്പോഴേക്കും വാതിൽക്ക് വഴി ഒരു രൂപം അകത്തേക്ക് വന്ന് ആ രൂപം മറുപടി പറഞ്ഞു. ഓവൻ, അത് ചെയ്ത് ഞാനാ. ഇരുട്ടത്തുനിന്ന് അകത്തേക്ക് വരുന്ന രൂപത്തെ കണ്ട ഓവൻ ശരിക്കും ഒന്ന് വിറച്ചു. അകത്തേക്ക് വന്നത് സാക്ഷാൽ ഡസൻ റൈസ് ആണ്. ഡസൻ, നീ? അതേ ഓവൻ, ഞാനാണ് ഇവന്റെ തലയെങ്ങ് വെട്ടിയെടുത്തത്. ഓവനോട് ചിരിച്ചുകൊണ്ട് ഡസൻ റൈസ് അങ്ങനെ പറഞ്ഞതും റോൺ ഡസനോട് ചോദിച്ചു, ആരാ നീ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ ശിഷ്യന്റെ തല നീ വെട്ടിയെടുത്തത്? ഞാൻ ആരെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പൊ നീയാണല്ലേ ഇവനെ അയച്ചത്? നിനക്ക് അതിന് ശിക്ഷ കിട്ടിയേ പറ്റൂ. ഡസൻ റൈസ് അങ്ങനെ പറഞ്ഞതും ഓവൻ ഡസനോട് പറഞ്ഞു, ഡസൻ, നീ വിചാരിക്കുന്ന ആളല്ല ഇത് മിസ്റ്റർ റോൺ ആണ്. റോണിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഓവൻ കാര്യങ്ങൾ പറയാൻ പോയതും ഡസൻ ഓവനെ നോക്കി ഒന്ന് കൈ കാണിച്ചു. സ്റ്റോപ്പ്. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ റോണിനോടായി പറഞ്ഞു, നീയുമായിട്ട് എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷെ നീ എന്നിട്ടും എനിക്കെതിരെ ഒരു വേല കാണിച്ചു. അതിന്റെ ഫലം നീ അനുഭവിച്ചേ പറ്റൂ.
ഡസ്റ്റൻ റൈസ് അങ്ങനെ പറഞ്ഞതും റോൺ ചിരിച്ചുകൊണ്ട് അയാളുടെ കൈ ഡസ്റ്റന് നേരെ ഒന്ന് മുകളിലോട്ട് ഉയർത്തുകയാണ്. ഡസ്റ്റന് നേരെ നോക്കിക്കൊണ്ട് ആ കൈ മുകളിലോട്ട് ഉയർത്തിയതും അയാളുടെ ഫുൾ കൈ ഷർട്ടിനകത്തുനിന്ന് എന്തൊരു പൊടി പുറത്തേക്ക് ഇങ്ങനെ പാഞ്ഞു വന്നു. ശരിക്കും ഒരു പുക പെട്ടെന്ന് അവിടെ ഉണ്ടാവുകയാണ്. ആ പുക ഡസ്റ്റന് നേരെ പാഞ്ഞു വന്നതും ഡസ്റ്റൻ ആ പുകയെ നോക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഊതുകയാണ്. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ പുക പെട്ടെന്ന് ആ മുറി നിന്ന് മാറി. ഈ കാഴ്ച റോണിനെ വളരെയങ്ങ് ഞെട്ടിച്ചു. ഏയ്, ആരാ നീ? നിനക്കെങ്ങനെ ഇതൊക്കെ അറിയാം? മിസ്റ്റിക് ആർട്സ് ഓർഡറിൽ നിന്ന് റോൺ പഠിച്ചെടുത്ത ആ വിഷവാതക നിർമ്മാണ പ്രക്രിയയെ ഇതാ ഡസ്റ്റൻ അട്ടിമറിച്ചിരിക്കുകയാണ്. ശരിക്കും നിരുപദ്രവം എന്ന് തോന്നുന്ന ശൈലിയിൽ ആളുകളെ കൊന്നൊടുക്കാൻ മിസ്റ്റിക് ആർട്സിന് വളരെ എളുപ്പം പറ്റും. ഡസ്റ്റൻ റൈസിന്റെ നേരെ വന്ന പുകയെ ഡസ്റ്റൻ വെറുതെ ഊതിയൊക്കെ കളയുമ്പോൾ അത് സാധാരണ രീതിയിൽ അങ്ങനെ മാറിപ്പോവില്ല. ശരിക്കും ഫോഴ്സ് ഡസ്റ്റൻ സൃഷ്ടിച്ച കാറ്റിനുണ്ടെങ്കിലേ ആ പുക മാറത്തുള്ളൂ. ഡസ്റ്റൻ വെറുതെ ഊതി ആ പുക ദൂരേക്ക് കളഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ ഒരു കാര്യം ഒളിച്ചിരിപ്പുണ്ട്. ഡസ്റ്റൻ ശരിക്കും ശക്തനാണെന്നുള്ള കാര്യം. ആ കാര്യം മനസ്സിലായതും റോൺ ഒരിക്കൽ കൂടി ഡസ്റ്റനെതിരെ അതിശക്തമായി കൈ ഒന്ന് വീശി. ആ കൈ ഡസ്റ്റനെതിരെ ഇങ്ങനെ വീശപ്പെട്ടതും റോണിന്റെ കൈക്കുള്ളിൽ നിന്ന് രണ്ട് കറുത്ത രശ്മികൾ ഡസ്റ്റനെതിരെ പാഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് ഓവനും ഡസ്റ്റനും ഒക്കെ കാണുന്നത്. ഓവന് എന്താണ് സംഭവിക്കുന്നത് ഒരു പിടിയുമില്ല. ഒരു കറുത്ത പ്രകാശം റോണിന്റെ കയ്യിൽ നിന്ന് ഡസ്റ്റനെതിരെ പാഞ്ഞു വരുന്നത് അയാൾ കണ്ടു. പക്ഷെ അടുത്ത നിമിഷത്തിൽ മറ്റൊരു കാഴ്ച കൂടി അയാൾ കാണുകയാണ്. തന്റെ നേരെ ഒരു കറുത്ത പ്രകാശം വരുന്ന കണ്ട ഡസ്റ്റൻ റൈസ് വലത് കൈകൊണ്ട് മുകളിൽ നിന്ന് ഇടത്തേക്കും ഇടത് കൈകൊണ്ട് ഇടതുവശത്ത് മുകളിൽ നിന്ന് വലത്തേക്ക് ഒരു ഒറ്റ വര, അതും ഒരേ വേഗതയിൽ എക്സ് ആകൃതിയിൽ ആ വര വരച്ചതും ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗം അവിടെ ഓവൻ കാണുകയാണ്. ഡസ്റ്റൻ റൈസിനും റോണിനും ഇടയിലായി രണ്ട് കറുത്ത വസ്തുക്കൾ താഴെ വീണ് കിടപ്പുണ്ട്. ആ വസ്തുക്കൾ ശരിക്കും അനങ്ങുന്നുണ്ട്. ആ അനങ്ങുന്ന സംഭവത്തിലേക്ക് ഓവൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ അയാൾ കാണുന്നത് തല അറ്റ് കിടക്കുന്ന രണ്ട് പാമ്പിൻ കുട്ടികളെയാണ്. ശരിക്കും അതിശക്തമായ വിഷമുള്ള രണ്ട് കുഞ്ഞു പാമ്പുകളെയാണ് റോൺ ഡസ്റ്റനെതിരെ പായിച്ചത്. ആ പാമ്പുകളെയാണ് ഡസ്റ്റൻ രണ്ട് കഷ്ണമായി വെട്ടി താഴെ ഇട്ടേക്കുന്നത്. ഇപ്പോ റോൺ ശരിക്കും ഞെട്ടിയിട്ടുണ്ട്. അയാൾ ഒരു സെമി ഗ്രാൻഡ് മാസ്റ്ററാണ്. സെമി ഗ്രാൻഡ് മാസ്റ്ററായ ഒരാളുടെ ആക്ഷനെ മറ്റൊരാൾ തടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ സെമി ഗ്രാൻഡ് മാസ്റ്ററേക്കാൾ മുകളിൽ നിൽക്കുന്നു എന്നാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ റോൺ അറിയാതെ ഡസ്റ്റനോട് ചോദിച്ചു പോവുകയാണ്, ഏയ്, നീ ഗ്രാൻഡ് മാസ്റ്ററാണ്? അത് കേട്ടപ്പോ ഡസ്റ്റ് ഒന്ന് ചിരിച്ചു. ഏയ്, ഞാൻ അതല്ല. അപ്പൊ നീ ഗ്രാൻഡ് മാസ്റ്റർ അല്ലേ? ഗ്രാൻഡ് മാസ്റ്റർ അല്ലെന്നല്ല, അതിന്റെ കൂടെ ഒരു പേര് കൂടി ചേരും. ഗ്രാൻഡ് മാസ്റ്റർ കൂടെ ഒരു പേര് കൂടെ ചേരുമെന്നു. ഏയ്, നീ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ഏകദേശം ഒരു 25-26 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ ഒരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആണെന്നുള്ള യാഥാർത്ഥ്യം റോണിന്റെ ചിന്തയിലേക്ക് ആ ചോദ്യം വഴി കടന്നു വരുമ്പോൾ അയാൾ പോലും അറിയാതെ അയാളുടെ പെരുവിരൽ മുതൽ ഒരു വിറയൽ തലയിലേക്ക് കടക്കുകയാണ്. ശരിക്കും അയാൾ നിന്ന് വിറയ്ക്കുന്നുണ്ട്. അയാളൊന്ന് വിറച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ നിമിഷത്തിൽ ഡസ്റ്റന് വലത് കൈ റോണിന് നേരെ ഒന്ന് ചലിച്ചു. ശരിക്കും ഒരു കാറ്റ് റോണിനെ കൊണ്ട് പറന്നു പോകുന്നതാണ് ഓവൻ കാണുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഓവനൊരു പിടിയില്ല. ഓവൻ കാണുന്നത് റോൺ പുറകിലേക്ക് പറന്നുപോയി ആ മുറിയുടെ ചുവരിലിടിച്ച് താഴേക്ക് മറിയുന്നതാണ്. താഴേക്ക് മറിഞ്ഞു വീഴുമ്പോൾ റോണിന്റെ വായിലൂടെയും മൂക്കിലൂടെയും ശരിക്കും രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട ഓവൻ സ്റ്റാറ്റ്ഫോർഡ് നിശ്ചലനായി ആ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അയാൾ ഡസ്റ്റൻ റൈസിനെയും തോംസനെയും അതുപോലെ ഹെയ്സലിലേക്ക് നേരിടാൻ വേണ്ടി മിസ്റ്റിക് ആർട്സിൽ നിന്ന് വൻ തുക കൊടുത്ത് വരുത്തിയ കഥാപാത്രമാണ് ഈ റോൺ. ആ റോണാണ് ഇപ്പൊ ഇതാ നിശ്ചലനായി ആ മുറിയിൽ അങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നത്. അയാളുടെ മൂക്കിലൂടെയും വായിലൂടെയും ഒലിച്ചിറങ്ങുന്ന രക്തം ആ മുറിയിൽ ഒരു രക്തക്കളം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്പരപ്പോട് ഡസ്റ്റൻ റൈസിനെയും ആ രക്തക്കളത്തിലേക്കും ഓവൻ നോക്കുമ്പോൾ ആ രക്തത്തിൽ നിന്ന് സാവധാനം റോൺ എണീക്കുകയാണ്. റോൺ ആ രക്തത്തിൽ നിന്ന് എണീക്കുന്ന കാഴ്ച ഇപ്പോ ഞെട്ടിച്ചത് ഡസ്റ്റൻ റൈസിനെയാണ്. ഡസ്റ്റന്റെ ശക്തിയുടെ ഏകദേശം ഒരു 10% മാത്രമാണ് റോണിനെ ആക്രമിക്കാനായി ഉപയോഗിച്ചത്. എന്നാലും അത് ശരിക്കും പവർഫുൾ ആണ്. 10% പവർ സാധാരണഗതിയിൽ ഒരാൾക്കും താങ്ങാൻ പറ്റുന്നതല്ല. പക്ഷെ ഇവിടെ റോൺ അത് താങ്ങിയിരിക്കുന്നു. ആ രക്തത്തിൽ നിന്ന് എണീക്കുന്ന റോണിനെ വല്ലാത്ത കൗതുകത്തോടെയാണ് ഡസ്റ്റൻ കണ്ടത്. കമഴ്ന്നു വീണ റോൺ സാവധാനം എണീറ്റ് ഇപ്പോ നേരെ നിൽക്കുകയാണ്. അയാൾ അങ്ങനെ എണീറ്റ് നിന്നപ്പോൾ ഡസ്റ്റൻ കൗതുകത്തോടെ റോണിനെ നോക്കിയതും റോൺ ഡസ്റ്റനോട് പറഞ്ഞു, ഹേയ് ചെറുപ്പക്കാരാ, നീ ശക്തനാണ്, നീ ഞങ്ങളുടെ കൂടെ ചേര്. തോൽവി ഉറപ്പായതും റോൺ
ഒരു റിക്രൂട്ട്മെന്റ് നടത്താനുള്ള മൈൻഡ് സെറ്റിലേക്ക് കടന്നിരിക്കുകയും ആ കാഴ്ചകൾ റോണിന്റെ ഡയലോഗ് കേട്ട് ഓവൻ ഏതാണ്ട് വാ വിളിച്ചുപോലെ നിൽക്കുകയാണ്. ഡസ്റ്റിനെ നേരിടാൻ കൊണ്ടുവന്ന കക്ഷി ഇതാ ഡസ്റ്റിനെ കൂടി റിക്രൂട്ട് ചെയ്യുകയാണ്. ഡസ്റ്റിനോട് റോൺ സംസാരിക്കുമ്പോൾ ഡസ്റ്റിൻ റോണിനെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റോണിന്റെ ബോഡിക്ക് ചുറ്റുമായി അപ്പോഴാണ് ഡസ്റ്റിൻ ഒരു കവചം കാണുന്നത്. അയാൾക്ക് സംരക്ഷണം കൊടുക്കാനായി ഒരു കവചമുണ്ട്. ശരിക്കും ഒരു സെമി ഗ്രാൻഡ് മാസ്റ്റർ എന്ന നിലയിൽ ഒരു എനർജി കൊണ്ടുള്ള കവചം ഓൾറെഡി റോണിന് ഉണ്ടായിരുന്നു. ആ കവചത്തെ തകർത്തുകൊണ്ടാണ് ഡസ്റ്റിന്റെ ആ പവർഫുൾ ആയിട്ടുള്ള ആ ഹാൻഡ് സ്ട്രോക്ക് റോണിനെ തെറിപ്പിച്ചത്. ആ ഹാൻഡ് സ്ട്രോക്ക് റോണിനെ തെറിപ്പിക്കുമ്പോൾ എനർജി കവറിനകത്ത് മെറ്റൽ കൊണ്ടുള്ള മറ്റൊരു കവചം കൂടി റോണിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ഡസ്റ്റിൻ കാണുന്നത്. ആ കവചം ഏതാണ്ട് പൊട്ടിയിട്ടുണ്ട്. എങ്കിലും അത്തരത്തിൽ ആരുടെയും ശ്രദ്ധയപ്പെടാത്ത ഒരു കവചം ഉണ്ടാക്കിയ മിസ്റ്റിക് ആർട്സിന്റെ ആ പരിപാടി കൊള്ളാമല്ലോ എന്നുള്ള ചിന്തയാണ് ആ കാഴ്ച ഡസ്റ്റിനെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഡസ്റ്റിന് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആ നിമിഷത്തിൽ ഒരാള് ഉറക്കെ ശബ്ദിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. ഏയ് ചെറുപ്പക്കാരാ, നിനക്ക് മരണത്തെ ഭയമില്ലേ? മരണത്തെ ഭയമില്ലാത്തതുകൊണ്ടാണോ നീ എന്റെ ശിഷ്യനെ ആക്രമിച്ചത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ VIP മുറിയിലേക്ക് കടന്നു വന്നത് ലേശ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അവരെ കണ്ടതും റോൺ ഉറക്കെ അവരെ വിളിച്ചു. ഗ്രാൻഡ്മാ, പ്ലീസ് എന്നെ രക്ഷിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് റോൺ ഓടി ആ സ്ത്രീയുടെ അടുത്തേക്ക് വന്നു. അവന് ഓടാനും ചലിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ സമയത്ത് എങ്ങനെയോ അവൻ ആ സ്ത്രീയുടെ അടുത്ത് എത്തിയെന്ന് പറയാം. റോണിന്റെ മൂക്കിലൂടെയും വായിലൂടെയും ആ സമയത്തും രക്തം ഏറ്റിട്ട് വീഴുന്നുണ്ട്. ആ കാഴ്ച കണ്ട ഗ്രാൻഡ്മ യുജീന റോണിനോട് ചോദിച്ചു, ഏയ് ആരാ നിന്നെ ഇങ്ങനെ ചെയ്തത്? അങ്ങനെ ഗ്രാൻഡ്മ യുജീന ചോദിക്കുമ്പോൾ റോണിന്റെ കണ്ണുകൾ ഡസ്റ്റിനിലാണ്. ഡസ്റ്റിനിലേക്ക് നോക്കി നിൽക്കുന്ന റോണിനെ കണ്ടതും യൂജിന്റെ കണ്ണുകളും ഡസ്റ്റിന്റെ പുറത്തു പതിഞ്ഞു. ഏയ് എങ്മാൻ, നീയാണോ മിസ്റ്റർ റോണിനെ ഈ ശൈലിയിൽ ആക്രമിച്ചത്? അതെ, ഞാനാണ്. നിനക്ക് നല്ല ധൈര്യമുണ്ടല്ലോ ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ. അങ്ങനെ പറഞ്ഞിട്ട് ആ സ്ത്രീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഡസ്റ്റിനെ അതിശക്തമായി കൈ ഒന്ന് ഉയർത്തുകയാണ്. ശരിക്കും ആ കൈയുടെ ആക്ഷൻ സംഭവിച്ച ആ നിമിഷത്തിൽ ഒരു കാറ്റ് ആ കൈയിൽ നിന്നുണ്ടായി. ആ കാറ്റ് അതിശക്തമായി ഡസ്റ്റിനെ പാഞ്ഞു വന്നതും ഡസ്റ്റിൻ സാവധാനം കൈയൊന്ന് മുന്നോട്ടാക്കുകയാണ്. ശരിക്കും ആ കാറ്റിനെ തിരിച്ച് പറത്തിവിടുന്ന ഒരു പ്രതീതി. പക്ഷെ അതിനൊരു ഫലമുണ്ടായി. ഡസ്റ്റിൻ നൈസിന്റെ കൈ ആക്ഷൻ അവിടെ ഒരു തടസ്സം സൃഷ്ടിച്ചപ്പോൾ ആ കാറ്റ് അതിശക്തമായി തിരിച്ചടിക്കുകയാണ്. ശരിക്കും ഗ്രാൻഡ്മ യുജീനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ഒരു ഫോഴ്സ് അവിടെ പുറത്തേക്ക് അടിച്ചു. അതിന്റെ ഫലമായി ആ സ്ത്രീ അനവധി സ്റ്റെപ്പ് പുറകിലേക്ക് തെറിക്കുകയാണ്. അവർ തെറിച്ച് വീണില്ലെന്നേ ഉള്ളൂ. ശരിക്കും ശക്തിയാണ് ആ സ്ത്രീ. അവർ പുറകോട്ട് നീങ്ങുമ്പോൾ അവരുടെ കാല് തറയിൽ ഉറച്ചിരുന്നുകൊണ്ട് ആ തറ ഏതാണ്ട് വിണ്ട് കീറിയതുപോലെയായി. അത്ര ബലമുണ്ട് ആ സ്ത്രീയുടെ കാലുകൾക്ക്. ഏതാനും അടി പുറകിലേക്ക് നീക്കപ്പെട്ട ഗ്രാൻഡ്മ യുജീന തൊട്ടു മുന്നിലെ തറയിലേക്ക് ആദ്യം നോക്കി. അവർക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ നിന്ന സ്ഥലത്ത് നിന്ന് ഏതാനും അടി പുറകിലേക്ക് അവരുടെ പുറത്തു തൊടാതെ ഡസ്റ്റിൻ അവരെ തള്ളി മാറ്റിയിരിക്കുകയാണ്. ശരിക്കും പവർഫുൾ ആയ ഒരു എതിരാളിയാണ് തന്റെ എതിരെ നിൽക്കുന്നതെന്ന് ആ നിമിഷത്തിലാണ് ഗ്രാൻഡ്മ യുജീനയ്ക്ക് ഒരു തോന്നലുണ്ടായത്. അവർ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ആരാ നീ? ഞാൻ ആരെന്നറിയാൻ വേണ്ടിയൊന്നും നിങ്ങളായിട്ടില്ല, അതുകൊണ്ട് ആ വിഷയം വിടും. ഡസ്റ്റിൻ റൈസിന്റെ മറുപടി വ്യക്തമാണ്. അതേസമയത്ത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇൻസൾട്ടിങ്ങുമാണ്. ഡസ്റ്റിന്റെ മറുപടി കേട്ടതും റോൺ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് നീ ആരോടോ സംസാരിക്കുന്ന അറിയാവോ? ശരിക്കും ഡസ്റ്റിനെ ഭയപ്പെടുത്താൻ വേണ്ടി റോൺ അങ്ങനെ പറയുമ്പോൾ അയാളുടെ വായിന്ന് രക്തം പുറത്തേക്ക് തെറിക്കുന്നുണ്ട്. നന്നായി അയാൾ പരിക്ക് പറ്റി നിൽക്കുകയാണെന്ന് വ്യക്തം. ഗ്രാൻഡ്മ യുജീന റോണിനെ ഒന്ന് വിലക്കിയിട്ട് ഡസ്റ്റിനോടായി പറഞ്ഞു, ഏയ് നീ ശക്തനാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ ഞാനിതാ ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ കൈ പുറകോട്ട് വന്നതും ഇപ്പോൾ അവരുടെ രണ്ട് കൈയിലും ഓരോ വാളുകളുണ്ട്. അവരുടെ രണ്ട് കൈയിലും വാള് വന്നപ്പോൾ അതിൻ്റെ അർത്ഥം വ്യക്തമാണ്. ശരിക്കും അവർ ഒരു സോഡ് ഫൈറ്ററാണ്. രണ്ട് കൈയിലെയും അവരുടെ വാളുകൾ പെട്ടെന്ന് ഒരു പ്രകാശം ഒഴിപ്പിച്ചതും ഒരു ശബ്ദം കൂടി അവിടെ കേട്ടു. ഏയ് സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് എല്ലാവരും നോക്കുമ്പോഴേക്കും വാതിൽ വഴി അനവധി ആളുകൾ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്ന ആളുകളുടെ ഏറ്റവും മുന്നിലുള്ളത് സുന്ദരിയായ ഒരു യുവതിയാണ്. ഏകദേശം ഒരു 19-20 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു സുന്ദരി. ആ സുന്ദരി അകത്തേക്ക് വന്ന ആ നിമിഷത്തിൽ ഡസ്റ്റിൻ റൈസിനെ കണ്ടു. ഡസ്റ്റിനെ കണ്ടതും അവൾ ഉറക്കെ വിളിച്ചു പോവാണ്, അങ്കിൾ, അങ്കിൾ എന്താ ഇവിടെ? അതേ ചോദ്യം തന്നെ ഡസ്റ്റിൻ റൈസിന്റെ മനസ്സിലേക്ക് വന്നു. അയാൾ കുറെ നാളുകൾക്ക് ശേഷം ഇതാ അബിഗൽ റോബിൻസിനെ കാണുകയാണ്. എന്നാൽ ഇതേ സമയത്ത് റോണും അതുപോലെ ഗ്രാൻഡ്മ യുജീനയും തറയിലേക്ക് മുട്ടുകുത്തിയിരുന്നു. മുട്ടുകുത്തുന്നതിനിടയിൽ
രണ്ടുപേരും വണങ്ങുന്നുണ്ട്. ഗ്രേറ്റ് സോർസറസ്, ഞങ്ങളുടെ പ്രണാമം. മിസ്റ്റിക് ആർട്സിന്റെ മഹാമാന്ത്രികയാണ് ആ മുറിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആ മഹാമാന്ത്രികയെ ഗ്രാൻഡ്മ യുജീനയും റോണും കൂടി വഴങ്ങിയതും അബിഗൽ ഡസ്റ്റിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. അവർ ശരിക്കും സന്തോഷത്തിലാണ്. അങ്കിൾ, എത്ര നാളെ അങ്കിളിനെ കണ്ടിട്ട്, അങ്കിൾ എന്താ ഇവിടെ? അങ്ങനെ അബിഗൽ ഡസ്റ്റിനോട് ചോദിച്ചതും ഡസൻ മറുപടി പറയാനായി വാ തുറന്നതാണ്. ഡസൻ മറുപടി പറയാൻ തുടങ്ങിയതും അബിഗൽ തിരിഞ്ഞ് യുജീനയോട് ചോദിച്ചു, ഗ്രാൻഡ്മ യുജീന, എന്താ സംഭവം? ഗ്രാൻഡ്മ യുജീന ശരിക്കും വല്ലാത്തൊരു അവസ്ഥയിലാണ്. എന്നാലും യുജീന നടന്ന സംഭവങ്ങളൊക്കെ സൂചിപ്പിച്ചു. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും അബിഗൽ യുജീനയോട് പറഞ്ഞു, ഗ്രാൻഡ്മ യുജീന, നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ആ ചോദ്യം യുജീനയും മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുഖത്ത് സംശയം കണ്ടതും അബിഗൽ ഡസ്റ്റിനെതിരെ കൈ ചൂണ്ടി അവരോട് പറഞ്ഞു, ഇത് എന്റെ മാസ്റ്ററാണ്. മിസ്റ്റിക് ആർട്സ് ഓർഡറിന്റെ മഹാമാന്ത്രിക അബിഗൽ റോബിൻസിന്റെ മാസ്റ്ററാണ് അവിടെ നിൽക്കുന്നത്. ആ മാസ്റ്ററെ കൊല്ലാനാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ ഗ്രാൻഡ്മ യുജീനയും റോണും ശ്രമിച്ചത്. ആ യാഥാർത്ഥ്യം ഇപ്പോ അവർക്ക് രണ്ടുപേർക്കും അറിയാം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ റോണും യുജീനയും തല കുമ്പിട്ട് തറയിൽ തലയിടിച്ച് മഹാമാന്ത്രിക അബിഗൽ റോബിൻസിനോട് മാപ്പപേക്ഷിച്ചു. മഹാമാന്ത്രിക, എന്നോട് ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്. റോണും യുജീനയും അങ്ങനെ പറഞ്ഞതും അബിഗൽ റോണിനൊന്ന് നോക്കി. എന്റെ മാസ്റ്ററെ കൊല്ലാൻ വൈനിൽ വിഷം കലർത്തി, അത് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അങ്ങനെ അബിഗൽ പറഞ്ഞതും അബിഗലിന്റെ ചൂണ്ടുവിരൽ റോണിനെതിരെ തിരിഞ്ഞതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും റിവോൾവർ ഉപയോഗിച്ച് ഒരാളെ നമ്മൾ വെടിവെക്കുമ്പോൾ ആ ആൾ വെടിയേറ്റ് വീഴുന്ന പോലെ അബിഗലിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്നൊരു പ്രകാശം റോണിന്റെ നെറ്റിക്ക് നേരെ വരികയാണ്. അയാളുടെ രണ്ട് പുരുകത്തിനെയും ഒത്ത നടുക്കായി ആ പ്രകാശം വന്നിടിച്ചു. ആ പ്രകാശം റോണിന്റെ ആ നെറ്റിയുടെ ഇടയിൽ ഇടിച്ചതും പെട്ടെന്ന് ഒരു സ്ഫോടനത്തോടു കൂടി ആ തലയങ്ങ് പൊട്ടി ചിതറുകയായിരുന്നു. കഷ്ടമായി. ഡസൻ റൈസ് വല്ലാതെ അമ്പരന്ന് പോയ നിമിഷം. അബിഗലിന് ആളുകളെ കൊല്ലാൻ ഇപ്പോ ഒരു മടിയുമില്ല. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല അബിഗൽ. റോണിന്റെ ആ തല പൊട്ടിച്ചിതറുമ്പോ ആ കാഴ്ച കണ്ട് നിശബ്ദനായി ശബ്ദിക്കാനാവാതെ നിൽക്കുകയാണ് സാക്ഷാൽ ഓവൻ സ്ട്രാറ്റ്ഫോർഡ്. ഈ സമയത്ത് ഗ്രാൻഡ്മ യുജീന നന്നായി വിറയ്ക്കുന്നുണ്ട്. മഹാമാന്ത്രിക അബിഗലിന്റെ മാസ്റ്ററെയാണ് അവൾ കൊല്ലാൻ ശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും മഹാമാന്ത്രിക അതിന് പ്രതികാരം ചോദിക്കും. ആ ചിന്ത ഗ്രാൻഡ്മ യുജീനയുടെ മനസ്സിലുണ്ട്. ഗ്രാൻഡ്മ യുജീന മുട്ടുകുത്തി തലയിലിടിച്ച് അബിഗലിനോട് പറഞ്ഞു, മഹാമാന്ത്രിക, എന്നോട് ക്ഷമിക്കണം, എന്നെ കൊല്ലരുത്. അത് കേട്ടതും അബിഗൽ ഗ്രാൻഡ്മ യുജീനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല. ഇന്ന് എന്റെ മാസ്റ്ററെ കണ്ടുമുട്ടിയ ദിവസമാണ്. ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ കൊല്ലാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല ഞാൻ. പക്ഷേ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തത്, അതിന്റെ ശിക്ഷ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അബിഗൽ അങ്ങനെ പറഞ്ഞതും ആ പ്രായമുള്ള സ്ത്രീ അവളുടെ ഇടുപ്പിൽ നിന്ന് കത്തി വലിച്ചൂരി അവളുടെ ഇടത് കൈയിൽ ആഞ്ഞൊരൊറ്റ വെട്ട്. സകലരെ അമ്പരപ്പിച്ചുകൊണ്ട് ആ കൈ വെട്ടേറ്റ് താഴെ വീണു. അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളുടെ ഇടത് കൈ ഹോമിച്ചിരിക്കുകയാണ്. അത് കണ്ടതും അബിഗൽ ആ ഗ്രാൻഡ്മയോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ അബിഗൽ പറഞ്ഞതും അബിഗലിന്റെ ബോഡി ഗാർഡുകൾ യൂജിനെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ആ നിമിഷത്തിൽ അവിടെ നിന്ന് വിറയ്ക്കുന്ന ഓവനെ നോക്കിയിട്ട് അബിഗൽ ഡസ്റ്റിനോട് ചോദിച്ചു, അങ്കിൾ, ഇയാൾ എന്താ ചെയ്യേണ്ടത്? ഇയാളെ കൊന്നു കേട്ടോ? അബിഗൽ, അത് വേണ്ട, അവനെ നമുക്ക് ആവശ്യമുണ്ട്. ഓവൻ, നീ എന്തിനാ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? ഡസൻ, ക്ഷമിക്കണം, സത്യമായിട്ടും ഞാനല്ല ഇതിന്റെയൊക്കെ പിന്നിലുള്ളത്. പിന്നെ ആരാ? ഇതെല്ലാം ഇസബെല്ലുടെ പണിയാണ്. ഇസബെല്ലുടെ പണിയും അത് ഡസ്റ്റിൻ, ഇസബെല്ലയാണ് എല്ലാം തീരുമാനിക്കുന്നത്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. നീ ഇസബെല്ലെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, അപ്പൊ പിന്നെ നീയും അതിന്റെ ഭാഗമല്ലേ? ഡസ്റ്റിൻ, സത്യമായിട്ടും ഇസബെല്ലെ കല്യാണം കഴിക്കാൻ എനിക്ക് ഒരു ഇഷ്ടവുമില്ല. പക്ഷേ എന്റെ കുടുംബം ടോബി കുടുംബവുമായി ടൈപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ എന്നെയാണ് ബലിയാടാക്കുന്നത്. രണ്ട് വലിയ ബിസിനസ് കുടുംബങ്ങൾ തമ്മിലുള്ള ടൈപ്പ് ആയതുകൊണ്ട് അവിടെ ഓവന് വോയിസ് ഇല്ല എന്നർത്ഥം. അത് കേട്ടതും ഡസ്റ്റിൻ ഓവനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ നിനക്കൊരു ചാൻസ് തരാം. ഞാൻ പറയുന്നത് പോലെ നീ കാര്യങ്ങൾ ചെന്ന് അവതരിപ്പിക്കണം. ഒരു കാര്യം പറഞ്ഞാൽ മതി, എന്റെ കയ്യിൽ നിന്ന് എടുത്തതും എനിക്ക് തരാനുള്ളതുമായ എല്ലാ കാര്യങ്ങളും അതിവേഗം തിരിച്ചു തന്നാൽ ടോബി കുടുംബത്തെ ഞാൻ വെറുതെ വിടാമെന്ന് അവരോട് പറയണം. ഡസ്റ്റിൻ, ഉറപ്പായി ഞാൻ പറയാം. ഓവൻ അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ പെട്ടെന്ന് തന്നെ അങ്ങ് പറയുകയാണ്, മിസ്റ്റിക് ആർട്സിന്റെ തലവൻ സാക്ഷാൽ എംബറുമായി നേരിട്ട് സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. അയാളുടെ
ചെറുമകളാണ് ഇപ്പോഴത്തെ മഹാമാന്ത്രിക. ആ മഹാമാന്ത്രികയുടെ സപ്പോർട്ടുള്ള ഡസൻ റൈസ് എത്രമാത്രം ശക്തനാകുമെന്ന് ഓവന് നന്നായിട്ട് അറിയാം. അതും മാത്രമല്ല, നേരത്തെ മരിക്കുന്നതിന് മുമ്പ് റോൺ ഡസൻ റൈസിന്റെ ശക്തി അളന്നുകൊണ്ട് ഒരു വാചകം പറഞ്ഞത് ഓവന് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഡസൻ റൈസ് ഒരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. എൻ്റെ ഡ്രാഗൺ മാഷ് എടുത്താലും അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ്. ഈ 25-26 വയസ്സ് പ്രായത്തിൽ ഒരാൾ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആകുക എന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ഒരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഡസൻ റൈസ് എന്ന് കേട്ട നിമിഷം മുതൽ ഓവന്റെ കിളി പോയിരിക്കുകയാണ്. ഓവൻ ഡസൻ അയാളെ വിട്ടതും അതിവേഗം പുറത്തേക്ക് നീങ്ങി. ഓവൻ പുറത്തേക്ക് പോണ കണ്ടതും അബിഗൽ ഡസനോട് ചോദിച്ചു, അങ്കിൾ എന്തിനാ അയാളെ വിട്ടത്? അയാൾ അങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ? അബിഗൽ, ഞാൻ അയാളെ കുറച്ച് ദിവസത്തേക്ക് അങ്ങ് വെറുതെ വിട്ടതാണ്. അവനെ എനിക്ക് ആവശ്യം വരും. അങ്കിൾ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോയാലോ? പിന്നെന്താ, ബാ. അബിഗലിനെയും കൊണ്ട് ഡസൻ റൈസ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നീങ്ങുകയാണ്. റെസ്റ്റോറൻറ്റിലേക്കുള്ള ആ യാത്രക്കിടയിൽ അബിഗലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഡസ്റ്റിൻ അബിഗലിനോട് ചോദിച്ചു. അങ്കിൾ, ഞാൻ ഇത്രയും നാള് സെക്ലൂഷനിലായിരുന്നു. ശരിക്കും എന്നെ മിസ്റ്റിക് ആർട്സിലെ ആളുകൾ പരിശീലിപ്പിക്കുകയായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. പരിശീലനം പൂർത്തീകരിച്ചപ്പോൾ അവരെന്നെ സ്റ്റോണിയിലേക്ക് വിട്ടതാണ്. ഞാൻ ഒറ്റയ്ക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. എൻ്റെ കൂടെ ഒരു വലിയ ടീമുണ്ട്. ഡസൻ നേരത്തെ തന്നെ അത് നോട്ട് ചെയ്തിരുന്നു. അബിഗലിന് ഒപ്പമുള്ള പല ആളുകളും മിനിമം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിലെങ്കിലും ഉള്ളവരാണ്. ബാക്കിയുള്ള എല്ലാ ആളുകളും ഹാഫ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. അതിശക്തരായ ഒരു ടീമുമായിട്ടാണ് അബിഗൽ സ്റ്റോണിയിൽ എത്തിയിരിക്കുന്നത്. അബിഗൽ ഡസ്റ്റിനോട് സംസാരിക്കുന്നിടയിൽ അബിഗൽ ഡസ്റ്റിനോട് പറഞ്ഞു, അങ്കിൾ, എന്നെ അദ്ദേഹം ഇങ്ങോട്ട് അയച്ചത് ഒരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അബിഗൽ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ അബിഗലിനോട് ചോദിച്ചു, ഹേയ് അബിഗൽ, ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? അബിഗൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാനായി വാ തുറക്കാൻ തുടങ്ങിയതും തൊട്ടു പുറകെ നിൽക്കുന്ന ഒരാൾ അബിഗലിനോട് പറഞ്ഞു, മാഡം സോസറസ്, അങ്ങ് അത് പറയാൻ പാടില്ല. വളരെ ശബ്ദം താഴ്ത്തി എന്നാൽ അബിഗൽ കേൾക്കത്തക്ക ശൈലിയിലാണ് ആ കാര്യം ആ മനുഷ്യൻ പറഞ്ഞത്. ഡസ്റ്റിനും അബിഗലും അയാൾ പറയുന്ന കേട്ടു. അബിഗലിനോട് ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞതും അബിഗൽ തിരിഞ്ഞ് അയാളൊന്ന് നോക്കി. ശരിക്കും ദഹിപ്പിക്കുന്ന നോട്ടമെന്ന് പറയാം. അയാൾ അങ്ങനെ ദഹിപ്പിക്കുന്ന ശൈലിയിൽ ഒന്ന് നോക്കിയിട്ട് അബിഗൽ അയാളോട് പറഞ്ഞു, ഇതേ എന്റെ മാസ്റ്ററാണ്. മാസ്റ്റർ അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങളൊന്നും എനിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അബിഗൽ ഡസ്റ്റിനോട് സംസാരിക്കാൻ തുടങ്ങിയതും ഡസ്റ്റിൻ അബിഗലിനോട് പറഞ്ഞു, ഹേയ് അബിഗൽ, വേണ്ട വേണ്ട, നിന്റെ രഹസ്യങ്ങൾ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഞാൻ ആ രഹസ്യങ്ങൾ അറിഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അബിഗലിനെ സ്റ്റോണിയിലേക്ക് അയച്ച വ്യക്തിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മിസ്റ്റിക് ആർട്സിന്റെ ഒരു രഹസ്യമാണ്. ആ രഹസ്യം മിസ്റ്റിക് ആർട്സുമായി ബന്ധമില്ലാത്ത ഒരാളോട് പങ്കുവെക്കുന്നത് ശരിയല്ല എന്ന് അബിഗലിനെ ഉപദേശിച്ച വ്യക്തി സ്വാഭാവികമായിട്ടും അബിഗലിന്റെ നന്മ കരുതിയാണ് അത് പറഞ്ഞത്. ആ കാര്യം ഡസ്റ്റിന് മനസ്സിലായതുകൊണ്ടാണ് ഡസ്റ്റിൻ അബിഗലിനെ തടസ്സപ്പെടുത്തിയത്. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും അബിഗൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഓക്കെ എങ്കിൽ അങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നില്ല. മിസ്റ്റിക് ആർട്സ് ഇപ്പോഴും ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലാകാത്ത ഒരു രഹസ്യ സംഘടനയാണ്. അവരുടെ ആയുധങ്ങൾ മറ്റുള്ളവരുടെ ആയുധങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യാസമാണ്. അവരെ ഭയത്തോടെ മാത്രമാണ് ഡ്രാഗൺ മാർഷലിലെ എല്ലാ മാർഷൽ ആർട്ടിസ്റ്റുകളും അധികാരികളും ഒക്കെ നോക്കിക്കാണുക. ഡ്രാഗൺ മാർഷലിന്റെ സൈന്യം പോലും മിസ്റ്റിക് ആർട്സുമായി ഒരു ഏറ്റുമുട്ടൽ ആഗ്രഹിക്കുന്നവരല്ല. ആ കാര്യം ഡ്രാഗൺ മാർഷൽ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഡസൻ റൈസും അബിഗലും കൂടി അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും അവര് റെസ്റ്റോറൻറ്റിലെത്തി. വളരെ വിഭവസമൃദ്ധമായ ഒരു ഡിന്നർ തന്നെ അബിഗലിന് വേണ്ടി ഡസൻ അവിടെ ഒരുക്കി എന്ന് പറയാം. അബിഗലിന് മാത്രമല്ല, അബിഗലിനൊപ്പം വന്ന ആളുകൾക്കൊക്കെ നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ ഡസൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. ഈ സംഭവം ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ സാക്ഷാൽ ഹരോൾഡ് സ്റ്റാറ്റ്ഫോർഡ് വിഷനായി ഒരു കിടക്കക്കരികിൽ നിൽക്കുകയാണ്. അയാൾ കുറെ നേരമായി ആ കിടക്കയിൽ കിടക്കുന്ന അയാളുടെ മകൻ ഓവനെ തന്നെ അങ്ങനെ നോക്കി ഓവന്റെ കിടക്കയിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ചു നേരമായിട്ട് ഹരോൾഡ് ആ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഓവൻ നല്ല ഉറക്കത്തിലാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നേരം വെളുത്തു. നേരം പരപരാ വെളുത്തതേ ഉള്ളൂ. അപ്പോഴാണ് ഓവൻ കണ്ണു തുറക്കുന്നത്. ഓവൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് സാക്ഷാൽ ഹരോൾഡിനെയാണ്. ഹരോൾഡിനെ കണ്ടതും ഓവൻ ഹരോൾഡിനെ ചോദിച്ചു, അച്ഛാ ഞാനിത് എവിടെയാ? ഓവൻ, നീ ഉണർന്നല്ലേ? അച്ഛാ എനിക്ക് എന്തു പറ്റി? ഓവൻ, നിനക്കൊന്നും പറ്റിയില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഹരോൾഡ് പറഞ്ഞപ്പോ ഓവൻ അവന്റെ കൈയും കാലും ഒന്ന് അനക്കി നോക്കുകയാണ്. അവൻ ഒരു ഹോസ്പിറ്റൽ ബെഡിലാണെന്ന് അവൻ ഇതിനിടയിൽ മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആശുപത്രിയിലാണല്ലോ. അച്ഛാ, ആരാ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച? എന്തിനാ അച്ഛാ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന്? ഓവൻ, ഇന്നലെ നീ വീട്ടിലെത്തുമ്പോൾ ശരിക്കും ക്ഷീണിതനായിരുന്നു. നീ വീട്ടിലെത്തിയ ഉടൻ
ബോധം കെട്ട് വീഴുകയായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ശരിക്കും ഓവൻ ഡസൻ റൈസിന്റെ അടുത്ത് നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അയാൾ എങ്ങനെയോ സ്റ്റാറ്റ്ഫോർഡ് കുടുംബത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ മതി. അവിടെ എത്തിയതും അയാൾ ബോധം കെട്ട് വീഴുകയായിരുന്നു. കഥ ഇപ്പോ ഓവന് ഓർമ്മ വരുന്നുണ്ട്. ആ കഥ ഓവന്റെ മനസ്സിൽ കടന്നു വന്നതും ഓവൻ ഹരോൾഡിനോട് പറഞ്ഞു, അച്ഛാ, നമുക്ക് ഇപ്പൊ തന്നെ ആ ടോബി കുടുംബമായിട്ടുള്ള ബന്ധമെല്ലാം വിച്ഛേദിക്കണം. ഓവൻ, നീ ഇതെന്തായി പറയുന്നത്? വീഴ്ചയിൽ നിനക്ക് ബോധം വല്ലതും പോയതാണോ? അച്ഛാ, എനിക്ക് ബോധമൊന്നും പോയിട്ടില്ല, ഞാൻ സ്വബോധത്തിലാ പറയുന്നത്. നമ്മൾ ഇപ്പോൾ തന്നെ ടോർബിയുമായിട്ടുള്ള സകല ബന്ധവും വിച്ഛേദിക്കണം. ഓവൻ, നീ എന്തായി പറയുന്നത്? ടോർബിയിലെ ഇസബലയുമായിട്ട് നിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കില്ലേ? നമ്മളെങ്ങനെ ആ ബന്ധം വേണ്ടാന്ന് വെക്കും? അച്ഛാ, ജീവിച്ചിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അച്ഛൻ ഞാൻ പറയുന്നത് ചെയ്തേ പറ്റൂ. ഓവൻ, നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? അച്ഛാ, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ തൽക്കാലം അച്ഛനോട് പറയാൻ പറ്റാത്തതിൽ ഒരു വിഷമമുണ്ട്. പക്ഷേ അച്ഛൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ടോർബി കുടുംബവുമായി ബന്ധപ്പെട്ട് നിന്നാൽ നമ്മൾ ചിലപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. ശരിക്കും ഓവൻ അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് ഭയം നിഴലിക്കുന്നത് ഹരോൾഡിന് നന്നായി കാണാം. ഹരോൾഡ് എത്ര നിർബന്ധിച്ചിട്ടും ഓവൻ കാര്യം മാത്രം പറയുന്നില്ല. ടോർബിയുമായിട്ടുള്ള സകല ബന്ധവും അവസാനിപ്പിക്കണം എന്നത് മാത്രമാണ് അവന്റെ ആഗ്രഹം. അത് മാത്രമാണ് അവൻ ഡിമാൻഡായി മുന്നോട്ട് വയ്ക്കുന്നത്. ഓവനും ഹരോൾഡും തമ്മിൽ ആ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസബല്ല ടോർബി അങ്ങോട്ട് കടന്നു വരുന്നത്. അതിരാവിലെ വിവരം അറിഞ്ഞതും അവൾ ഹോസ്പിറ്റലിലേക്ക് എത്തുകയായിരുന്നു. ഓവൻ, എന്തു പറ്റി? അങ്ങനെ ചോദിച്ചുകൊണ്ടാ ഇസബല അകത്തേക്ക് വരുന്നത്. ഇസബലെ കണ്ടതും ഓവൻ ഇസബലയോട് പറഞ്ഞു, ഒക്കെ നീ കാരണമാണ് ഉണ്ടായത്. നിന്നെപ്പോലൊരു പിശാച് എന്റെ കൂടെ കൂടിയതുകൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓവൻ, നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നീ ഒരു പിശാചാണെന്ന്. നീ എന്റെ കൂടെ കൂടിയതുകൊണ്ടാ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഓവൻ, നീ മാന്യമായി സംസാരിക്കണം. നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അറിയാവോ? ഞാൻ മാന്യമായി സംസാരിക്കണമെന്നോ? അത് പറയാൻ നീ ആരാ? നീ ഈ നിമിഷം ഈ മുറിന്ന് പുറത്തു പോകണം. ഓവൻ, നീ എന്തായി വിളിച്ചു പറയുന്നത്? ഞാൻ പുറത്തു പോകണമെന്നോ? നിനക്കെന്താ വട്ടായം? അങ്കിൽ ഈ ഓവൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹരോൾഡിനോടുള്ള ഇസബലയുടെ ചോദ്യത്തിന് ഹരോൾഡും മറുപടി ഒന്നും പറഞ്ഞില്ല. ഹരോൾഡ് ഇസബല ചോദിച്ചപ്പോ ഓവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. എന്തോ ഒരു വിഷയമുണ്ടെന്ന് പെട്ടെന്ന് ഇസബലയ്ക്ക് തോന്നി. ഇസബല ഓവനോട് ചോദിച്ചു, ഓവൻ, നിന്നെ ആരെങ്കിലും ഭയപ്പെടുത്തിയോ? ഇസബല, മേലാൽ എന്നോട് സംസാരിക്കാൻ വരരുത്. ഞാൻ പറഞ്ഞില്ലേ ഈ മുറിന്ന് പുറത്തു പോകാൻ. അത് മാത്രമല്ല, ഈ നിമിഷം മുതൽ ഞങ്ങൾ നിന്റെ കുടുംബവുമായിട്ടുള്ള സകല ബന്ധവും അവസാനിപ്പിക്കുകയാണ്. ഓവൻ, നീ എന്തായി പറഞ്ഞ? ടോർബി കുടുംബമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന്. നിനക്കെന്താ വട്ടായോ? നമ്മൾ തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുകയല്ലേ? വിവാഹം കഴിക്കാനോ? നിന്നെയോ? നിന്നെ ആരെങ്കിലും വിവാഹം കഴിക്കുമോ? പിശാച്, നിന്നെ ഞാൻ വിവാഹം കഴിക്കുന്നില്ല. നിന്റെ വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. നിന്റെ കുടുംബവുമായി ഇനി ഒരു ബന്ധവും ഞങ്ങൾക്ക് വേണ്ട. ഓവൻ അങ്ങനെ തീർത്തു പറഞ്ഞതും ഇസബല്ല ശരിക്കും ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. ഇസബല്ല കൈ നിവർത്തി ഓവന്റെ കവിളിൽ ഒറ്റയാടി. അനാവശ്യം പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൾ ആഞ്ഞടിച്ചത്. ഇസബല പെട്ടെന്ന് ഓവന്റെ കവിളിൽ ആഞ്ഞടിച്ചപ്പോ ആ കാഴ്ച കണ്ട ഹരോൾഡ് പോലും ഞെട്ടിയെന്ന് പറയാം. അയാളുടെ മകനെ പരസ്യമായിട്ട് ടോർബി കുടുംബത്തിലെ ഇസബല തല്ലുമെന്ന് അയാൾ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഓവൻ പെട്ടെന്ന് ആ കാട്ടിൽ നിന്ന് ചാടി എണീറ്റ് കൈ നിവർത്തി ഇസബലിന്റെ കവിളിൽ ഒരാടി. ഇസബല്ല ശരിക്കും അമ്പരന്ന് പോയ, ഞെട്ടിപ്പോയ ഒരു നിമിഷമാണത്. അവൾ ഇതിനു മുമ്പ് പലപ്പോഴും ഓവനെ പരസ്യമായി അപമാനിച്ചിട്ടുണ്ട്, ഓവനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഓവനെ തല്ലിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഓവൻ തിരിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇപ്പൊ ഇതാ ഓവൻ ഭ്രാന്തനെ പോലെ ഇസബലയുടെ കവിളിൽ ആഞ്ഞടിക്കുകയായിരുന്നു. ഒരു തവണയല്ല, പല തവണ അടിയേറ്റ് ഇസബലയുടെ കവിളുകൾ പൊട്ടിയെന്ന് തന്നെ പറയാം. ശരിക്കും ഇസബലയെ ഓവൻ അടിച്ചു കൊല്ലുമെന്ന് തോന്നിയപ്പോൾ ഹരോൾഡ് ഇസബലയെ പിടിച്ചു മാറ്റി. ഇസബല നിന്ന് വിറയ്ക്കുകയാണ്. അവൾക്ക് ഓവന്റെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു അനുഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ഓവനാണെങ്കിൽ ദേഷ്യം കൊണ്ടുവന്ന് ജ്വലിക്കുകയാണ്. അവൻ ഇസബലയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു, ഈ നിമിഷം നീ ഈ മുറിന്ന് പുറത്ത് കിടക്കണം. ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാം. നിന്റെ കുടുംബം ഡെസ്റ്റിനൊക്കെ ഇന്ന് വാങ്ങിച്ചതും ഡെസ്റ്റിന് കൊടുക്കാനുള്ളതും വേഗം തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നിന്റെ കുടുംബം ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ഇസബലയെ നോക്കി ഒന്ന് തറയിൽ ആഞ്ഞ് ചവിട്ടുകയാണ്. ശരിക്കും അവൻ ആഞ്ഞ് ചവിട്ടിയപ്പോൾ തറയൊന്ന് വിറച്ചു എന്ന് പറയാം. ആ നിമിഷത്തിൽ ഭയന്നുപോയ ഇസബല പുറത്തേക്ക് ഒരൊറ്റ ഓട്ടം. ശരിക്കും ഇസബല വല്ലാത്തൊരു അമ്പരപ്പിലാണ്. അവളെ വിവാഹം കഴിക്കാനായി അവളുടെ പുറകെ നടന്ന വ്യക്തിയാണ് ഈ ഓവൻ. സ്റ്റാറ്റ്ഫോർഡ് കുടുംബത്തിലെ ഓവന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നൊക്കെ ഇസബലയ്ക്ക് അറിയാം. അങ്ങനെ ബന്ധമുണ്ടെന്ന് ഇസബല അറിയുമ്പോൾ ഓവനുണ്ടാകുന്ന ആ ചമ്മൽ ഇസബല ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്ന ഒന്നാണ്. ഇപ്പൊ ഇതാ ഓവൻ അവളെ നിഷ്കരണം അയാളുടെ ജീവിതത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇസബല്ല
അവളുടെ വീട്ടിൽ മടങ്ങിയെത്തി. വീട്ടിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഇസബല കടന്നു വരുന്നത്. സോഫിയും കെവിനും അകത്തേക്ക് ഓടി വരുന്ന ഇസബലെ കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി എന്ന് പറയാം. കാരണം ഇസബലയുടെ മുഖമാണ്. ഇസബലയുടെ മുഖത്ത് അടിവീണ പാടുകൾ ദൃശ്യമാണ്. അവളുടെ രണ്ട് കവിളിലും ആരോ മാറി മാറി അടിച്ചിരിക്കുകയാണ്. അവളുടെ കവിളുകൾ പൊട്ടി ചോര ഒലിക്കുന്നുണ്ട്. സുന്ദരിയായ ഇസബലെ ആ ശൈലിയിൽ ആരാണ് തല്ലിയത്? ആ ചോദ്യം കെവിന്റെ മനസ്സിലേക്ക് വന്നതും സോഫിയ ഇസബലോട് ചോദിച്ചു, ഇസബല, ആരാ നിന്റെ പുറത്തു വിട്ടത്? അമ്മ, എന്നെ ഓവൻ തല്ലി. ഓവൻ നിന്നെ തല്ലുകയോ? ഇസബല, നീ ഉദ്ദേശിച്ചത് സ്റ്റാറ്റ്ഫോർഡിലെ ഓവനെ തന്നെയാണോ? അമ്മ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ആ ഓവൻ എന്നെ തല്ലിയെന്ന്. ഓവൻ നിന്നെ തല്ലുകയോ? കെവിൻ അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഓവൻ നിന്നെ വിവാഹം കഴിക്കാതിരുന്നല്ലേ? അച്ഛാ, അവന് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന്. ഓവന് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നോ? ഇസബല, നീ എന്തൊക്കെയായി പറയുന്നത്? അച്ഛാ, ഓവന് സുഖമില്ലെന്ന് അറിഞ്ഞപ്പോ അവനെ കാണാൻ ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടെ വെച്ച ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അവൻ ശരിക്കും എന്നെ ഉപദ്രവിച്ചു. നടന്ന കാര്യങ്ങളൊക്കെ കെവിനോട് ഇസബല അതുപോലെ പറഞ്ഞതും ആ സംഭാഷണം കേട്ടുകൊണ്ട് നിൽക്കുന്ന സോഫിയ ഇസബലയോട് ചോദിച്ചു, ഇസബല, ഓവൻ മറ്റെന്തെങ്കിലും പറഞ്ഞോ? ഓവൻ വേറൊന്നും പറഞ്ഞില്ല. അവൻ എന്നോട് അവിടെ നിന്ന് പുറത്തിറങ്ങി പോകാനാ പറഞ്ഞ്. ഇസബല, ഹരോൾഡ് അവിടെ ഉണ്ടായിരുന്നില്ലേ? അച്ഛാ, ഓവന്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓവനെ തടുത്തില്ലേ? അച്ഛാ, അദ്ദേഹമാണ് ഓവനെ പിടിച്ചു മാറ്റിയത്. ഓഹോ, എങ്കിൽ ഞാൻ ഹരോൾഡിനൊന്ന് ചോദിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് കെവിൻ ഹരോൾഡിന്റെ നമ്പർ ഡയൽ ചെയ്തു. മറുഭാഗത്ത് ഫോൺ റിംഗ് ചെയ്യുന്നത് കെവിന് കൃത്യമായി കേൾക്കാം. ഹരോൾഡ് ഫോൺ എടുക്കുമ്പോൾ അയാളുടെ കാര്യം ചോദിക്കാമെന്ന് കരുതി വെയിറ്റ് ചെയ്ത ഓവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഫോണിലെ റിംഗ് തീരുന്നവരെ ആരും ഫോൺ എടുത്തില്ല. വീണ്ടും ഓവൻ റിംഗ് ചെയ്തു. അപ്പോഴും ഹരോൾഡ് ഫോൺ എടുത്തില്ല. 2-3 തവണ കൂടി കെവിൻ ഹരോൾഡിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഹരോൾഡ് ഫോൺ എടുക്കുന്നതേയില്ല. ഹരോൾഡ് ഫോൺ എടുക്കുന്നില്ല എന്ന് മനസ്സിലായതും സോഫി കെവിനോട് പറഞ്ഞു, കെവിൻ, ഒരു പ്രശ്നമുണ്ടല്ലോ. ഹരോൾഡ് ഫോൺ എടുക്കുന്നില്ല, ഓവൻ ഇസബലെ തല്ലി. ഇത് രണ്ടും തമ്മിൽ എന്തൊരു ബന്ധമുണ്ട്. ഇസബല, നീ ഒന്നുകൂടെ ഓർത്തു നോക്കി. ഓവൻ നിന്നോട് മറ്റെന്തെങ്കിലും പറഞ്ഞോന്നു? അമ്മ, ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഓവൻ എന്നോട് പറഞ്ഞത് നമ്മൾ ഡസ്റ്റിന് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കണമെന്നാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഉണ്ടാകില്ലെന്നും ഓവൻ എന്നോട് പറഞ്ഞായിരുന്നു. ഡസൻ റൈസിന്റെ പേര് ഇസബല്ല പറഞ്ഞതും സോഫിയ കെവിനോട് പറഞ്ഞു, കെവിൻ, കൂടുതലൊന്നും ആലോചിക്കണ്ട. ഇതിന്റെ പിന്നിൽ ആ ടീം തന്നെയാണ്. ലങ്കാസ്റ്ററും തോംസണും ഡസനും ചേർന്ന് നമുക്കെതിരെ കളിക്കുകയാണ്. നമുക്ക് ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. സ്റ്റാറ്റ്ഫോർഡിന് പകരം നമുക്ക് ആരെങ്കിലും സംഘടിപ്പിക്കണം. സോഫിയ, സ്റ്റാറ്റ്ഫോർഡ് കുറെ വർഷങ്ങളായി നമ്മളുമായി സഹകരിക്കുന്നവരാണ്. അവരെ ഒഴിവാക്കിയാൽ നമുക്ക് ആരെയാ കൂടെ കൂട്ടാൻ പറ്റുക? കെവിൻ, സ്റ്റെർലിംഗ്കാർ നമുക്ക് പറ്റിയ ടീമാണ്. സ്റ്റോണിയിലെ 8 പ്രമുഖ കുടുംബങ്ങളിൽ ഒന്ന് സ്റ്റെർലിംഗ് ആണ്. സ്റ്റെർലിംഗ് കുടുംബത്തെക്കുറിച്ച് സോഫിയ സൂചിപ്പിച്ചതും കെവിൻ സോഫിയോട് ചോദിച്ചു, സോഫിയ, സ്റ്റെർലിംഗ് നമ്മളുമായി സഹകരിക്കൂ? കെവിൻ, എനിക്ക് ഉറപ്പാണ് അവർ നമ്മളുമായി സഹകരിക്കുമെന്ന്. എനിക്ക് തോന്നുന്നത് സ്റ്റാറ്റ്ഫോർഡിനേക്കാൾ നമുക്ക് പറ്റിയത് സ്റ്റെർലിംഗ് ആണെന്നാണ്. സോഫിയ അത് പറഞ്ഞതും ഇസബല്ല സോഫിയോട് പറഞ്ഞു, അമ്മ, സ്റ്റെർലിംഗിലെ വിക്ടോറിയയെ എനിക്കറിയാം. വിക്ടോറിയ സ്റ്റെർലിംഗ് എൻ്റെ സുഹൃത്താണ്. നമുക്ക് വിക്ടോറിയയുമായിട്ട് സംസാരിക്കാം. ഞാൻ ഇപ്പോൾ തന്നെ വിക്ടോറിയയെ കോൺടാക്ട് ചെയ്യാം. ടോർബെ കുടുംബത്തിൽ കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ ഡസൻ റൈസും അബിഗലും കൂടി ലങ്കാസ്റ്ററിന്റെ ആ മെഡിസിൻ വിൽക്കുന്ന ഷോപ്പിംഗ് മാളിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂറ്റൻ മാളും അതിനു മുന്നിൽ ലങ്കാസ്റ്റർ മെഡിസിൻ എന്ന ബോർഡും കണ്ടപ്പോൾ അബിഗലിന് ശരിക്കും കൗതുകം. അബിഗൽ ഡസ്റ്റോട് പറഞ്ഞു, അങ്കിൾ, ഞാൻ സ്റ്റോണിയിലേക്ക് വരും മുമ്പ് തന്നെ ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റിനെ കുറിച്ച് കേട്ടിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് മാർഷൽ ആർട്ടിസ്റ്റുകളുണ്ടായി. ആ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് പരിക്കേൽക്കുമ്പോൾ അവരെ ചികിത്സിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന് ഈ ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റ് ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് അങ്കിളിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. അങ്കിൾ ഒരു കാര്യം ചെയ്യണം, ഇവിടെയുള്ള ആളുകളോടൊന്ന് സംസാരിച്ച് എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് വാങ്ങിച്ചു തരണം. ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റ് വിൽക്കുന്ന ലങ്കാസ്റ്റർ മെഡിസിന്റെ ആ ഷോപ്പിംഗ് മാളിന് മുന്നിൽ എത്തിയ അബിഗലിന്റെ ആവശ്യം കേട്ടപ്പോൾ ഡസൻ റൈസ് അബിഗലിനോട് പറഞ്ഞു, ഓക്കെ, അക്കാര്യം ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും വാഹനം നിർത്തി ലങ്കാസ്റ്ററിന്റെ ആ മാളിലേക്ക് കടന്നു. കൂറ്റൻ മാളാണ്. ആ മാളിന് മുന്നിൽ വാഹനം നിർത്തുമ്പോൾ ഡസൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ ഇപ്പോഴേ ആളുകൾ കൂടി നിൽക്കുകയാണ്. ശരിക്കും ഒരു വലിയ ക്യൂ തന്നെ അവിടെ ഉണ്ട്. ലങ്കാസ്റ്റർ മെഡിസിൻ മാർക്കറ്റിൽ അവതരിപ്പിച്ച ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റിന് വൻ ഡിമാൻഡാണ്. സാധാരണ വ്യക്തികളും വൻകിട കമ്പനികളും ഒക്കെ ആ ഓയിൻമെന്റിന്റെ ആവശ്യക്കാരായി മാറിയിരിക്കുകയാണ്. ഓർഡറുകൾ മുൻകൂറായി പ്ലേസ് ചെയ്യാനായി അതിരാവിലെ ആളുകൾ എത്തിയിരിക്കുകയാണ്. മൗത്ത് പബ്ലിസിറ്റി ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റിന്
കാര്യമായി കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. വാങ്ങിച്ചുപയോഗിച്ച ഓരോ ആളും അടുത്ത ആളോട് അതിന്റെ ഗുണമേന്മയെക്കുറിച്ച് സൂചിപ്പിച്ചതും അതങ്ങ് കാട്ടുതീ പോലെ പടരുകയായിരുന്നു. ശരിക്കും ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റ് വാങ്ങിയില്ലെങ്കിൽ അത് വൻ നഷ്ടമായി പോകുമെന്നൊരു ഫീല് എല്ലാ ആളുകൾക്കുമുണ്ട്. ഏത് വീട്ടിലും ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ മരുന്ന് ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റ്. അങ്ങനെ ഒരു പ്രചാരണമാണ് ഇപ്പോൾ ആളുകൾ പരസ്പരം നടത്തുന്നത്. വീട്ടിൽ കുട്ടികളോ മുതിർന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൈയും കാലും ഒക്കെ മുറിയും. മുറിവ് എന്ത് തന്നെയാണെങ്കിലും അതിന് ഒറ്റ പരിഹാരം, അത് ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റ് ആണ്. ആ ശൈലിയിലുള്ള ഒരു സംസാരം ആളുകളുടെ ഇടയിൽ ഉണ്ടായപ്പോൾ അതങ്ങ് പടരുകയാണ്. അതുകൊണ്ടാണ് അതിരാവിലെ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഓർഡർ പ്ലേസ് ചെയ്യാനായി ആ ഷോപ്പിംഗ് മാളിൽ എത്തിയിരിക്കുന്നത്. ഷോപ്പിംഗ് മാളിൽ വരുന്ന ആളുകളെ നിയന്ത്രിക്കാനും ക്യൂ ആക്കി നിർത്താനും ലങ്കാസ്റ്റർ മെഡിസിന്റെ ചുമതലയുള്ള ഹെയ്സൽ ലങ്കാസ്റ്റർ ഒരു സെക്യൂരിറ്റി ടീമിനെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. മിടുക്കരായ ആ സെക്യൂരിറ്റി ടീം ഇലക്ട്രിക് ബാറ്റണുമായി അതിരാവിലെ അവിടെ ഹാജരായിട്ടുണ്ട്. അവരുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ ഭംഗിയായി പോവുകയാണ്. ഡസൻ റൈസ് അബീഗലിനെ കൊണ്ട് മുകളിലേക്ക് കയറി. മുകളിലേക്ക് കയറുന്ന സമയത്ത് അബീഗലിന്റെ കണ്ണുകൾ ആ ഷോപ്പിംഗ് മാൾ മുഴുവൻ അരിച്ചു പറക്കുകയാണ്. അവക്ക് ആ ഷോപ്പിംഗ് മാൾ ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അവൾ നടന്ന് മുന്നോട്ട് വരുമ്പോൾ പെട്ടെന്ന് അവക്കൊരു സംശയം. അവൾ ഡസ്റ്റോട് ചോദിച്ചു, അല്ലെങ്കിൽ അങ്കിളിന് ഈ ഓയിൻമെന്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അവളുടെ അച്ഛനെ ചികിത്സിച്ച ഡസൻ റൈസിനെ പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നതുകൊണ്ടാണ് ആ ചോദ്യം അബിഗൽ ചോദിച്ചത്. ഡസന് മരുന്ന് നിർമ്മാണ മേഖലയുമായി ബന്ധമുണ്ടെന്ന് അബിഗലിന് അറിയാം. ഹാർമൺ കുടുംബത്തിലെ നടാഷയ്ക്ക് ശരിക്കും പുതുജീവൻ നൽകിയ മരുന്ന് ഉണ്ടാക്കി കൊടുത്തത് സാക്ഷാൽ ഡസൻ റൈസാണ്. അക്കാര്യം അബിഗലിന് ഓർമ്മ വന്നതുകൊണ്ടാണ് അബിഗൽ ആ ചോദ്യം ഡസ്റ്റിനോട് ചോദിച്ചത്. ചോദ്യം കേട്ടതും ഡസ്റ്റിൻ അബിഗലിനോട് പറഞ്ഞു, അബിഗൽ, സത്യമായിട്ടും ഈ മരുന്ന് എൻ്റെ ഫോർമുല അനുസരിച്ച് ഉണ്ടാക്കിയതാണ്. അങ്കിളാണ് ഈ മരുന്ന് ഉണ്ടാക്കിയത്. ശരിക്കും അതിശയമായിരിക്കുന്നു. ഈ മരുന്നിന് ആവശ്യക്കാർ ഈ ലോകം മുഴുവനുണ്ട്. ഇത്രയും പ്രാധാന്യമുള്ള, ഇത്രയും പ്രസിദ്ധമായ ഒരു മരുന്ന് അങ്കിളാണ് ഉണ്ടാക്കിയെന്ന് അങ്കിൾ എന്താ ആരോട് പറയാത്ത? അബിഗൽ, നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റൊരാളോട് നമ്മളായിട്ട് പറയാൻ പാടില്ല. പബ്ലിസിറ്റി അധികം വന്നാൽ അത് കുഴപ്പവുമാണ്. നീ ശ്രദ്ധിക്കേണ്ടതും അവിടെയാണ്. അവളുടെ മാസ്റ്റർ കൂടിയായ ഡസ്റ്റിൻ അവൾക്ക് ഒരു ഉപദേശം കൊടുത്തതാണ്. അധികം പബ്ലിസിറ്റി ആപത്ത് വിളിച്ചു വരുത്തും. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും ഒന്ന് ചിരിച്ചിട്ട് അബിഗൽ ഡസ്റ്റിനോട് പറഞ്ഞു, അങ്കിൾ, അപ്പോൾ ഉറപ്പായിട്ടും അങ്കിളിന് എനിക്ക് കാര്യമായി ഡിസ്കൗണ്ട് വാങ്ങിച്ചു തരാൻ പറ്റും. അബിഗൽ, നിനക്ക് ഞാനൊരു ഓഫർ തരാം. ഇവിടെ ഈ പ്രോഡക്റ്റ് ഞങ്ങൾ വിൽക്കുമ്പോൾ ഞങ്ങളൊരു പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. ആ പ്രോഫിറ്റ് പൂർണ്ണമായും ഒഴിവാക്കി ആ പ്രോഡക്റ്റ് നിനക്ക് തരാം. ശരിക്കും അബിഗലിനെ സന്തോഷിപ്പിച്ച ഒരു മറുപടിയാണ് ഡസ്റ്റിന്റെ ഭാഗത്തുണ്ടായത്. അവളുടെ മിസ്റ്റിക് ആർട്സിന് വേണ്ടി അവൾക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. ആ പർച്ചേസ് ചെയ്യുമ്പോൾ പരമാവധി പണം ലാഭിക്കാനുള്ള ഒരു ഉദ്യമത്തിലാണ് അബിഗൽ. അബിഗലിന്റെ കണ്ണുകൾ തിളങ്ങുന്ന കണ്ടതും ഡസ്റ്റിൻ അബിഗലിനോട് ചോദിച്ചു, നീ പണത്തോട് ഒരു ആർത്തിയുള്ള ആളായി മാറിയല്ലോ. അങ്കിൾ, ആർക്കാ പണം വേണ്ടാത്തത്? പണം ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അബിഗൽ, പണം, പ്രശസ്തി, അധികാരം ഇതൊന്നും നമ്മുടെ തലയ്ക്ക് പിടിക്കാത്ത നോക്കണം. നീ അക്കാര്യത്തിൽ ശരിക്കും ശ്രദ്ധ കൊടുക്കണം. ഒരിക്കലും നിന്റെ അധികാരമോ നിന്റെ ശക്തിയോ പണമോ ഒന്നും നിന്നെ സ്വാധീനിക്കാൻ ഇടവരരുത്. ശരിക്കും ഡസ്റ്റിൻ അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവളെ ഉപദേശിക്കുകയാണ്. അബിഗൽ ഇപ്പോ സോസറസാണ്, മഹാമാന്ത്രികയാണ്. അധികാരവും പവറും അവളുടെ കൈ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തും പറ്റും. ഡസൻ റൈസ് കഴിഞ്ഞ ദിവസം അവളുടെ ആ ആക്ഷനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അബിഗൽ ഇപ്പോൾ വല്ലാതെ ശക്തിയാണ്. ആ ശക്തി അബിഗലിന്റെ തലയ്ക്ക് പിടിച്ചാൽ അബിഗലിന് അത് ദോഷമായി മാറുമെന്ന് ഡസ്റ്റിന് നന്നായിട്ട് അറിയാം. ഡസ്റ്റിനോ അബിഗലും തമ്മിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ആളുകൾ ആ ബിൽഡിങ്ങിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് കടന്നു വരുന്നത്. ശരിക്കും ഒരു വലിയ ക്യൂ അവിടെ ഉണ്ട്. ആ ക്യൂവിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് 5-6 ബോഡി ഗാർഡുകളുമായി ഒരു സ്ത്രീ അകത്തേക്ക് കയറി വന്നു. നല്ല പൊക്കമുള്ള സുന്ദരിയായ ആ സ്ത്രീ അകത്തേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മുഖഭാവം ശരിക്കും അവരൊരു സംഭവമാണെന്ന് കാണിപ്പിക്കുന്ന ശൈലി തന്നെയാണ്. ആ സ്ത്രീ അകത്തേക്ക് വന്നതും ക്യൂവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളോട് പറഞ്ഞു, ഏയ് മാറി നിൽക്ക്. മാഡം, നിങ്ങൾ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു കേട്ടില്ലേ, മാറി നിൽക്കാൻ. മാഡം, ഞാൻ ക്യൂ നിൽക്കുകയാണ്. അതിന് ഞാൻ വന്നാൽ മാറണമെന്ന് അറിയത്തില്ലേ? മാഡം, ഈ മരുന്ന് വാങ്ങാനാണ് മാഡം വന്നതെങ്കിൽ മാഡം ക്യൂവിന്റെ അവസാനം പോയി നിൽക്കണം. ഇവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ പറ്റൂ. നീ ആരോട് സംസാരിക്കുന്നത് അറിയാവോ? മാഡം, നിങ്ങൾ ആരാണെങ്കിലും എനിക്കെന്താ? ഞാൻ
അതിരാവിലെ ഇവിടെ എത്തിയതാണ്. എത്ര നേരം ക്യൂ നിന്നപ്പോഴാണെന്നറിയോ ഞാൻ ഏറ്റവും മുന്നിലെത്തിയത്. ഇപ്പൊ നിങ്ങൾ ഞാൻ ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാകും? അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞതും ആ സ്ത്രീ കൈ നിവർത്തി ഒരൊറ്റയാടി. തികച്ചും അപ്രതീക്ഷിതമായി ആ സ്ത്രീ കൈ നിവർത്തി അടിക്കുന്ന ശബ്ദം കേട്ടാണ് ഡെസിൻ ആ ഭാഗത്തേക്ക് നോക്കുന്നത്. ഡെസിൻ നോക്കുമ്പോൾ ഡെസിൻ കാണുന്നത് സാക്ഷാൽ ജൂലി അംബേഴ്സനെയാണ്. ഡാലിയ നിക്കോൾസന്റെ കസിൻ ജൂലി അംബേഴ്സൺ ക്യൂവിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ഒരാളെ അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. അടിയേറ്റ് താഴെ വിട മനുഷ്യൻ പെട്ടെന്ന് ചാടി എണീറ്റു. അയാൾ ദേഷ്യത്തോടെ ജൂലിയോട് ചോദിച്ചു, നീ ആരെ പുറത്താ കൈവച്ചെന്നറിയാവോ? അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ചുറ്റും നിൽക്കുന്ന ആളുകൾ നോക്കിയിട്ട് ഉറക്കെ ജൂലിയോട് പറഞ്ഞു, ഞാൻ പാമർ കുടുംബത്തിലെയാണ്. പാമർ കുടുംബത്തിലൊരു അംഗത്തെയാണ് നീ തൊട്ടിരിക്കുന്നത്. സ്റ്റോഡിയയിലെ അറിയപ്പെടുന്ന ഒരു പ്രമുഖ കുടുംബമാണ് പാമർ കുടുംബം. സ്റ്റോഡിയയിലെ ഏറ്റവും പ്രമുഖമായ 8 കുടുംബങ്ങളുടെ കൂട്ടത്തിൽ അത് പെടില്ലെങ്കിലും പാമർ കുടുംബവും എല്ലാവരും അറിയുന്ന കുടുംബമാണ്. അവിടെ ആ സമയത്ത് ക്യൂവിലുള്ള മറ്റു പലരെയും അപേക്ഷിച്ച് പാമർ കുടുംബത്തിന് പ്രാമുഖ്യമുണ്ട്. പാമർ കുടുംബ അംഗത്തെയാണ് ആ സ്ത്രീ അടിച്ചിട്ടെന്ന് കേട്ടതും ആളുകളൊക്കെ കൗതുകത്തോടെ ആ സ്ത്രീയും പാമർ കുടുംബത്തിലെ ആ ആളെ ഒന്ന് നോക്കി. ആ സ്ത്രീയുടെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനൊരു ധാരണയാണ് പെട്ടെന്ന് ആളുകൾക്ക് ഉണ്ടായത്. അത് കേട്ടതും ജൂലി ഒന്ന് ചിരിച്ചു എന്ന് മാത്രമല്ല, ജൂലി കൈ നിവർത്തി ഒരിക്കൽ കൂടി അടിച്ചു. പാമർ കുടുംബത്തിലെ അംഗമാണെന്ന് പറഞ്ഞിട്ടും ആ മനുഷ്യനെ ആ സ്ത്രീ ആഞ്ഞടിക്കുന്ന കണ്ടതും ആളുകളും ആ അടിയേക്കുന്ന ആളും ഒരുമിച്ച് ഞെട്ടിയെന്ന് പറയാം. അയാൾ സാധാരണഗതിയിൽ പാമർ കുടുംബത്തിലെ ആളാണെന്ന് സൂചിപ്പിച്ചാൽ ആ നിമിഷം സകലരും അയാളുടെ ബഹുമാനം കാണിക്കുന്നതാണ്. പക്ഷെ ഇപ്പോ അയാൾ അമ്പരപ്പിച്ചുകൊണ്ട് ഇതാ ഒരു സ്ത്രീ അയാളെ വീണ്ടും തല്ലുകയാണ്. ഏയ്, നീ ഞാൻ പറഞ്ഞ മനസ്സിലാക്കില്ലേ, ഞാൻ പാമർ കുടുംബത്തിലാണ്, സോ വാട്ട് എന്ന് പറഞ്ഞ് വീണ്ടും ജൂലി അടിക്കുകയാണ്. ഡെസൻ റൈസ് വളരെ അമ്പരപ്പോടുകൂടി ആ കാഴ്ച കാണുമ്പോൾ അബിഗൽ ഡെസിനോട് ചോദിച്ചു, അങ്കിൾ ആ സ്ത്രീ അറിയോ? ഡെസിന്റെ മുഖത്തെ ഭാവത്തിൽ നിന്ന് അബിഗൽ വായിച്ചെടുത്തതാണ് ആ ചോദ്യം. ചോദ്യം കേട്ടതും അബിഗലിനോടായി ഡെസിൻ പറഞ്ഞു, എനിക്കറിയാം, പക്ഷേ അവള് അത്ര ശരിയല്ല, ഞാനും അവളും തമ്മിലുള്ള ബന്ധവും അത്ര ശരിയല്ല. ഡെസിൻ റൈസ് ആ മറുപടി പറയുമ്പോഴേക്കും അവിടെ ജൂലി അംബേഴ്സൺ ആ മനുഷ്യനെ പൊതിരെ തല്ലുകയാണ്. അടിയേറ്റ് താഴെ വീണ അയാളെ ജൂലി ചവിട്ടുകയും ചെയ്തു. മുഴുവൻ ആളുകളും ഏതാണ്ട് സ്റ്റണ്ടായി നിൽക്കുകയാണ്. രാവിലെ ലങ്കാസ്റ്റർ മെഡിസിനിൽ സാധനം ബുക്ക് ചെയ്യാൻ വന്ന ഒരാളെ ഇതുപോലെ പരസ്യമായിട്ട് ഒരു സ്ത്രീ തല്ലുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ന്യായീകരിക്കാനാവും? അതിൻ്റെതായ ഒരു അമ്പരപ്പും മുറുമുറുപ്പൊക്കെ ആ ക്യൂവിൽ നിൽക്കുന്ന ബാക്കി ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ മുറുമുറുപ്പിന് ഫലമുണ്ടായി. പെട്ടെന്നാണ് പല ഭാഗത്തുനിന്നായിട്ട് ലങ്കസ്റ്റർ കുടുംബത്തിന്റെ സെക്യൂരിറ്റി ഗാർഡുകൾ ആ ഭാഗത്തേക്ക് ഓടിയെത്തിയത്. ഇലക്ട്രിക് ബാറ്ററുമായി അവർ ഓടിയെത്തുന്ന കണ്ടതും ജൂലി അംബേഴ്സൺ ആ ആളുകളോട് പറഞ്ഞു, സ്റ്റോപ്പ്. അങ്ങനെ പറഞ്ഞിട്ട് ആ ഓടി വരുന്ന സെക്യൂരിറ്റി ഗാർഡുകളോടായി ജൂലി പറഞ്ഞു, ഞാൻ ആരെന്ന് കരുതിയിട്ടാ നിങ്ങൾ ഇങ്ങനെ ഓടി വരുന്നത്? ജൂലിയുടെ ചോദ്യം കേട്ടപ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് ഒരു സംശയം. അവർ ജൂലി അംബേഴ്സന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. ആരാണ് ആ സ്ത്രീ എന്ന് അറിയാൻ വേണ്ടിയാണ് അവരങ്ങനെ നോക്കിയത്. അവരങ്ങനെ നോക്കുന്ന കണ്ടതും ജൂലി അംബേഴ്സൺ അവളുടെ കൈ കോട്ടിനകത്തേക്കിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു സാധനം പുറത്തേക്ക് എടുത്തു. അവളുടെ കൈക്കുള്ളിലാണ് ആ സാധനം. ജൂലിയുടെ കൈക്കുള്ളിലിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടി ആളുകൾ കൗതുകത്തോട് നോക്കുമ്പോൾ ജൂലി ആ സാധനം തൊട്ടടുത്ത കൗണ്ടറിന്റെ മുകളിലേക്ക് വെച്ചു. ജൂലി കൗണ്ടറിന്റെ മുകളിലേക്ക് വെച്ച സാധനം അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ കണ്ടു. അതൊരു ബാഡ്ജാണ്, സ്വർണത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബാഡ്ജ്. ആ ബാഡ്ജിൽ വളരെ വ്യക്തമായി 2 അക്ഷരങ്ങൾ മുദ്ര കുത്തിയിട്ടുണ്ട്, MG. അതിന്റെ താഴെ വളരെ വ്യക്തമായി ആ MGയുടെ ഫുൾ ഫോം ഉണ്ട്, മോൺഗോമറി പാലസ്. മോൺഗോമറി പാലസിന്റെ ബാഡ്ജ് ആ ടേബിളിന്റെ മുകളിലേക്ക് ജൂലി അംബേഴ്സൺ വെച്ചതും ഇതുവരെ അടികൊണ്ടിരുന്ന ആ പാമർ കുടുംബാംഗം ശരിക്കും ഒന്ന് വിറച്ചു. പാമർ കുടുംബാംഗത്തിന് സങ്കല്പിക്കാനാവാത്ത പ്രസ്റ്റീജുള്ള ഒരു കുടുംബത്തിന്റെ ബാഡ്ജാണ് ഇപ്പോൾ അയാൾ കാണുന്നത്. മോൺഗോമറി കുടുംബം ശരിക്കും ഡ്രാഗൺ മാർഷിലെ അറിയപ്പെടുന്ന രാജകുടുംബമാണ്. മോൺഗോമറി കുടുംബത്തിലെ യൂജിൻ മോൺഗോമറി ആളുകൾ എല്ലാവരും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന രാജകുമാരനാണ്. മോൺഗോമറി രാജകുമാരൻ യൂജിൻ മോൺഗോമറി 2 ആളുകൾക്ക് മാത്രം പിന്നിലാണ്. അയാളുടെ മുന്നിലുള്ളത് വെസ്റ്റ് ലുക്കോസ്റ്റയുടെ പ്രിൻസ് സാക്ഷൽ റൂഫസ് റൈസും പിന്നെ എംപററുമാണ്. എന്ന് പറയുമ്പോൾ മോൺഗോമറി കുടുംബത്തിന്റെ ആ പ്രസ്റ്റീജ്, യൂജിൻ മോൺഗോമറിയുടെ ആ അധികാരം, സ്വാധീനം ഒക്കെ അവിടെ വെളിവാകുകയാണ്.
മോൺഗോമറി പാലസിന്റെ ആ ബാഡ്ജാണ് ഇതാ ജൂലി അംബേഴ്സൺ മേശപ്പുറത്ത് അങ്ങനെ പരസ്യമായി വെച്ചത്. അത് കണ്ട ആളുകൾ അടുത്തുള്ള ആളുകളിലേക്ക് ആ വിവരം പാസ് ചെയ്യുകയാണ്. ആ ലേഡി മോൺഗോമറി പാലസിലെയാണ്. മോൺഗോമറി പാലസ് എന്നുള്ള പദപ്രയോഗം പെട്ടെന്ന് ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് മൊത്തം വ്യാപിച്ചു. മോൺഗോമറി പാലസ് ചക്രവർത്തിയുടെ കൊട്ടാരം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആ മോൺഗോമറി പാലസിനെ റെപ്രസെന്റ് ചെയ്ത് അവിടെ എത്തിയിരിക്കുന്ന ആ ലേഡി സ്വാഭാവികമായിട്ടും ആ കൊട്ടാരത്തിലെ രാജകുമാരിയായിരിക്കും. ആ ഒരു ചിന്ത ആളുകളുടെ മനസ്സിൽ വരികയാണ്. സകലരും ഒന്ന് കിടുങ്ങിയെന്ന് മനസ്സിലായതും ജൂലി അടിയേറ്റ മനുഷ്യരോട് ചോദിച്ചു, എന്താ എനിക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അത് കേട്ടതും ആ മനുഷ്യൻ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, ഉറപ്പായും വേണ്ട. മാഡം, എന്നെ രക്ഷിക്കണം. ഞാൻ നിന്നെ രക്ഷിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നീ എന്നോട് കാണിച്ച തെറ്റ് ഇനി വേറെ ആരും ആവർത്തിക്കാതിരിക്കാൻ നീ തന്നെ സ്വയം നിന്നൊന്ന് ശിക്ഷിക്കണം. 10 തവണ നീ നിന്നെ തന്നെ ഒന്ന് തല്ല്. കേൾക്കേണ്ട താമസം അയാൾ കൈ ഉയർത്തി അയാളുടെ കവിളിലേക്ക് ആഞ്ഞടിക്കുകയാണ്. പാഹമർ കുടുംബം എന്ന് പറയുന്നത് സ്റ്റോറിയിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. ആ പ്രഭു കുടുംബത്തിലെ ആ മനുഷ്യൻ അയാളുടെ കവിളിൽ ആഞ്ഞ അടിക്കുമ്പോൾ ശരിക്കും ഒരു ഭയം ആ ക്യൂ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവുകയാണ്. മോൺഗോമറി കുടുംബത്തിലെ ആ രാജകുമാരിയെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് ആ മനുഷ്യന് ഈ അവസ്ഥ ഉണ്ടായത്. അത് മനസ്സിലാക്കി ആളുകളൊക്കെ തലകുനിച്ചങ്ങനെ നിൽക്കുകയാണ്. ആളുകളൊക്കെ തലകുനിച്ച് നിൽക്കുന്ന കണ്ടതും ജൂലി അംബേഴ്സൺ കൗണ്ടറിനകത്തുള്ള ആളുകളോട് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, ഓർഡർ ഞാൻ നൽകും, അതനുസരിച്ച് സാധനം സപ്ലൈ ചെയ്യണം. അങ്ങനെ ജൂലി പറഞ്ഞതും ഉറക്കെ പുറകിലൊരു ശബ്ദം, മിസ് ജൂലി, അത് പറ്റില്ലല്ലോ. ശബ്ദം കേട്ടപ്പോൾ തന്നെ ജൂലി ഞെട്ടിത്തിരിക്കുകയാണ്. അവൾക്ക് പരിചയമുള്ള ശബ്ദമാണ് അവൾ കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കി അവൾ കാണുന്നത് സാക്ഷാൽ ഡസൻ റൈസിനെയാണ്. ഡസൻ, താനെന്താ ഇവിടെ? അതെന്തെങ്കിലും ആവട്ടെ ജൂലി, ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമം പാലിച്ചു മാത്രമേ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ പറ്റൂ. ഡസൻ, ഇത് പറയാൻ നിനക്കെന്ത് അവകാശം? ജൂലിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും ഡസൻ ജൂലിയോട് പറഞ്ഞു, ജൂലി, ഇത് ഞാൻ കൂടി അംഗമായ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉടമ എന്ന നിലയിൽ എനിക്ക് അക്കാര്യം നിന്നോട് പറയാൻ പറ്റും. ഡസൻ, നീ കമ്പനിയുടെ ഉടമയാണോ അല്ലയെന്നോ എന്റെ വിഷയമല്ല. ഞാൻ മോൺഗോമറി പാലസിൽ നിന്നാണ് വരുന്നത്. മോൺഗോമറി പാലസ് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നടത്തി കൊടുക്കാൻ നീയാണെങ്കിലും ബാധ്യസ്ഥനാണ്. ജൂലി, നീ മോൺഗോമറി പാലസിന്റെ പേര് ശരിക്കും ദുരുപയോഗം ചെയ്യല്ലേ? ഡസൻ, നീ എന്താ പറഞ്ഞേ? ജൂലി, നീ അവിടെ നിന്ന് ഈ ബാഡ്ജ് മോഷ്ടിച്ചതല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഡസൻ റൈസിന്റെ ചോദ്യം കേട്ടതും ആ ആൾക്കൂട്ടവും ശരിക്കും ഒന്ന് അമ്പരന്നു പറയാം. ആളുകളുടെ ശബ്ദം പെട്ടെന്നൊരു ഓളം ഉണ്ടാക്കുകയാണ്. ഇതുവരെ മോൺഗോമറി പാലസിന്റെ ആളാണെന്ന് പറഞ്ഞ് അവിടെ ശരിക്കും ഒരു ഷോ തന്നെ നടത്തിയ ആ ലേഡി മോൺഗോമറി പാലസിന്റെ ബാഡ്ജ് മോഷ്ടിച്ചതാണെന്നാണ് ഇതാ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നത്. ഡസൻ, അനാവശ്യം പറയരുത്, ഇത് എന്റെ ബാഡ്ജാണ്. ജൂലി, ഈ ബാഡ്ജ് നിനക്ക് ആരാ നൽകിയത്? ഡസൻ, അത് പിന്നെ ജൂലി, നീ ഈ ബാഡ്ജ് മോഷ്ടിച്ചതാണെന്ന് 100% ഉറപ്പാണ്. ഡസൻ റൈസ് അത് പറയുമ്പോൾ ജൂലിയുടെ മനസ്സിൽ ആ രംഗം തെളിഞ്ഞു വരികയാണ്. ഡാലിയൻ നിക്കോൾസന്റെ മുറിയിൽ നിന്ന് അവൾ പോലും അറിയാതെ ജൂലി ആ ബാഡ്ജ് അടിച്ചു മാറ്റിയതാണ്. യൂജൻ മോൺഗോമറിക്ക് ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. പക്ഷെ മക്കളില്ലാത്തതുകൊണ്ട് അയാൾ അനവധി ആളുകളെ ദത്തെടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം അയാൾ ദത്തെടുത്തത് സാക്ഷാൽ ഡാലിയ നിക്കോൾസനെയാണ്. ഡാലിയ നിക്കോൾസനെ ദത്തെടുത്തതിന് ശേഷം ഡാലിയയ്ക്ക് മോൺഗോമറി പാലസിന്റെ ഏകദേശം പകുതിയോളം വിഭവങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മോൺഗോമറി പാലസിലെ അതിശക്തിയാണ് ഡാലിയ നിക്കോൾസൺ. ഡ്രാഗൺ മാർഷിലെ രാജകുമാരിമാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളായി സാക്ഷാൽ ഡാലിയ നിക്കോൾസൺ മാറിയിരിക്കുകയാണ്. ആ ഡാലിയ നിക്കോൾസന്റെ കസിനാണ് ജൂലി അംബേഴ്സൺ. അതുകൊണ്ട് തന്നെ അവളെ ഒരാളും ഒരു സ്ഥലത്തും ചോദ്യം ചെയ്യില്ല എന്നത് അവൾക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ ഈ കഷ്ടകാലത്തിന് അവൾ വന്നുപെട്ടത് സാക്ഷാൽ ഡസൻ റൈസിന്റെ മുന്നിലായി പോയെന്ന് മാത്രം. ഡസൻ അവളുടെ കള്ളത്തനം കൈയോട് പിടികൂടിയിരിക്കുകയാണ്. ഡസൻ, അനാവശ്യം പറയരുത്. ഡാലിയ ഇപ്പോ മോൺഗോമറി പാലസിലെ രാജകുമാരിയാണ്. ആ രാജകുമാരിയുടെ ഏക കസിനാണ് ഞാൻ. എനിക്ക് രാജകുമാരി കൈവശം വെക്കാനായി നൽകിയതാണ് ഈ ബാഡ്ജ്. ഓഹോ, ഡാലിയ നിക്കോൾസൺ നിനക്ക് കൈവശം വെക്കാനായി ഇത് നൽകിയതാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മോൺഗോമറി പാലസിൽ വിളിച്ചൊന്ന് തിരക്കാം. മോൺഗോമറി പാലസിലേക്ക് ഒരു കോള് ചെന്നാൽ
സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ആളുകൾ അവിടേക്ക് വരും. അപ്പോ സത്യാവസ്ഥ അറിയാം. ഡസൻ റൈസ് അങ്ങനെ പറഞ്ഞപ്പോ ജൂലി ഒന്ന് പതറി. അവൾ ആ കൊട്ടാരത്തിൽ നിന്ന് ആരും അറിയാതെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന ആ ബാഡ്ജിന് ഒരുപാട് അധികാരമുണ്ട്. ശരിക്കും 3 ബാഡ്ജാണ് മോൺഗോമറി പാലസിൽ ആ ഗോൾഡിൽ ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ളത്. അതിലൊന്ന് യൂജിൻ മോൺഗോമറി ഡാലി നിക്കോൾസിന് കൊടുത്തതാണ്. ഇനി 2 ബാഡ്ജ് കൂടിയേ ഉള്ളൂ. ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമായി യൂജിൻ മോൺഗോമറി കൊടുക്കുന്ന ആ ബാഡ്ജിൽ ഒന്നാണ് ഇപ്പൊ ഇതാ ജൂലി അംബേഴ്സൺ ആൾക്കൂട്ടത്തെ ഒന്ന് വിരട്ടനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാര്യം യൂജിൻ മോൺഗോമറി അറിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ജൂലിക്ക് ഒരു പിടിയുമില്ല. അവൾ ശരിക്കും ഒന്ന് ഭയന്നു. ഡസൻ, പ്ലീസ് പ്രശ്നമുണ്ടാക്കരുത്. നീ ഇവിടെ വന്ന് ഇത്രയും പ്രശ്നമുണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ച് ചോദിക്കാതിരുന്നാൽ അതല്ലേ പ്രശ്നം. ഡസൻ റൈസിന്റെ മുന്നിൽ താൻ പെട്ടുവെന്ന് ജൂലി അംബേഴ്സന് തോന്നിയ ആ നിമിഷത്തിൽ അനവധി ആളുകൾ അകത്തേക്ക് കടന്നു വരികയാണ്. കടന്നു വരുന്ന ആളുകളെ കണ്ടതും ജൂലിക്ക് ഒരുപാട് സന്തോഷം. മുന്നിൽ നടന്നു വരുന്നത് സാക്ഷൽ വിക്ടോറിയ സ്റ്റെർലിംഗ് ആണ്. വിക്ടോറിയ ഫോറസ്റ്റ് എന്ന പേരിൽ മിൽസ്ബർഗിൽ വെച്ച് ഡസൻ റൈസ് ആ സ്ത്രീയെ പരിചയപ്പെട്ടിട്ടുണ്ട്. നെൽസന്റെ മകളെ ഒരു കിൻഡർ ഗാർഡനിൽ വെച്ച് ഒരു കുട്ടി ആക്രമിച്ചിരുന്നു. ആ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലേഡിയാണ് വിക്ടോറിയ ഫോറസ്റ്റ് സ്റ്റെർലിംഗ്. ആ വിക്ടോറിയ ഫോറസ്റ്റ് സ്റ്റെർലിംഗ് ആണ് ഏറ്റവും മുന്നിൽ നടന്നു വരുന്നത്. അവർക്കൊപ്പം ഒരാൾ കൂടിയുണ്ട്. അത് സാക്ഷാൽ ഇസബെല്ല ടോർബിയാണ്. ആ 2 സ്ത്രീകൾക്കൊപ്പം അനവധി ഗാർഡുകളുമുണ്ട്. ശരിക്കും സെലക്ട് ചെയ്യപ്പെട്ട മാർഷൽ ആർട്ടിസ്റ്റുകളെ ഗാർഡുകളാക്കി വിക്ടോറിയയും ഇസബെല്ലയും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ടീം അകത്തേക്ക് കടന്നു വന്നോടം തന്നെ വിക്ടോറിയ സ്റ്റെർലിംഗ് ഡസ്റ്റിനെ കണ്ടു. ഡസ്റ്റിനെ അതിനു മുമ്പ് മിൽസ്ബർഗിൽ വെച്ച് ആ കിൻഡർ ഗാർഡനിൽ വെച്ചും അതുപോലെ മറേ കുടുംബത്തിന്റെ ആ കുതിരപ്പന്തയം നടക്കുന്ന ആ ഗ്രൗണ്ടിൽ വെച്ചും വിക്ടോറിയ കണ്ടിട്ടുണ്ട്. ആ 2 സമയത്തും വിക്ടോറിയയ്ക്ക് ഡസ്റ്റിൽ നിന്ന് അത്ര നല്ല അനുഭവങ്ങളല്ല ഉണ്ടായത്. കിൻഡർ ഗാർഡനിൽ വെച്ച് ഡസ്റ്റിന്റെ കൈ വിക്ടോറിയുടെ കവിളിലൊന്ന് പതിഞ്ഞിട്ടുമുണ്ട്. അതെല്ലാം പെട്ടെന്ന് ഒരു ചലച്ചിത്രം പോലെ വിക്ടോറിയുടെ മനസ്സിലേക്ക് ഓടി വന്നു. ഡസ്റ്റിനെ കണ്ടതും വിക്ടോറിയ ഒന്ന് ചിരിച്ചു. ഡസ്റ്റിൻ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. ഡസ്റ്റിൻ, അന്ന് നിന്റെ താവളത്തിലായിരുന്നു ഞാൻ. ഇപ്പോ കഥ മാറി, പശ്ചാത്തലം മാറി. നീ ഇപ്പോ ഇവിടെ സ്റ്റോണിയിലാണ്. ഇവിടെ ഞാനാണ് തീരുമാനമെടുക്കുന്നത്. എന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കും. നീ അവസാനിക്കുകയാണ്. ഡസൻ റൈസിനെ നോട്ടമിട്ടിരുന്ന വിക്ടോറിയയ്ക്ക് മിൽസ്ബർഗ് വെച്ച് ഡസ്റ്റിനെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ഇവിടെ കഥ അതല്ല. സ്റ്റോണിയ അവളുടെ തട്ടകമാണ്. അവിടേക്കാ ഡസൻ റൈസ് വന്ന് കയറിയിരിക്കുന്നത്. വിക്ടോറിയ അങ്ങനെ പറഞ്ഞത് കേട്ടതും ഡസൻ വിക്ടോറിയോട് പറഞ്ഞു, നോക്ക്, നമ്മൾ തമ്മിൽ അന്നുണ്ടായ പ്രശ്നങ്ങൾ തികച്ചും യാദൃച്ഛികമാണ്. അതൊക്കെ ഞാൻ അന്നേ കളഞ്ഞതാണ്. ഡസ്റ്റിൻ, നീ അതൊക്കെ കളഞ്ഞു എന്ന് അങ്ങനെങ്ങ് പറഞ്ഞാലും ഞാൻ അതൊന്നും കളഞ്ഞിട്ടില്ല. നിന്നെ അങ്ങനെങ്ങ് വെറുതെ വിടാൻ ഞാൻ തീരെ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ വിക്ടോറിയ പറഞ്ഞതും ഇസബെല്ല ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നിന്റെ ഈ കച്ചവടം ഞാൻ പൂട്ടിക്കാൻ പോവുകയാണ്. ഇസബെല്ല ടോർബി അങ്ങനെ പറഞ്ഞതും ഉറക്കെ ഒരു സ്ത്രീ ശബ്ദം കേട്ടു. ഇസബെല്ല, അതിന് വെച്ച് വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേരെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നത് സാക്ഷാൽ ഹെയ്സൽ ലങ്കാസ്റ്റർ ആണ്. സുന്ദരിയായ ഹെയ്സൽ ലങ്കാസ്റ്റർ അങ്ങോട്ട് കടന്നു വന്നതും സകലരുടെയും കണ്ണുകൾ ഹെയ്സലിലേക്കായി. ഹെയ്സലിനെ കണ്ടതും ജൂലി ഹെയ്സലിനോട് ചോദിച്ചു, ആരാ നീ? ഞാൻ ആരാണെന്നോ? ഞാനാണ് ലങ്കാസ്റ്റർ മെഡിസിന്റെ ഉടമ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. അത് കേട്ടതും ജൂലി പറഞ്ഞു, ഓ, നിങ്ങളാണപ്പോ ഹെയ്സൽ അല്ലേ? ഓക്കെ, താങ്ക് യു. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. മിസ് ഹെയ്സൽ, എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് ഓയിൻമെന്റ് വാങ്ങേണ്ടതുണ്ട്. ഞാൻ അതിന് ഇവിടെ എത്തിയതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ ഡസ്റ്റിൻ എന്നെ ഓയിൻമെന്റ് വാങ്ങാൻ സമ്മതിച്ചില്ല. ജൂലി അംബേഴ്സൺ അത് പറഞ്ഞതും ഹെയ്സൽ ജൂലിയോട് ചോദിച്ചു, നിങ്ങളെ ഡസൻ ഓയിൻമെന്റ് വാങ്ങാൻ സമ്മതിച്ചില്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഡസൻ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളാണ്. ഞാനത് ചോദ്യം ചെയ്തപ്പോൾ ഡസൻ എന്നെ സാധനം വാങ്ങുന്നത് തടസ്സപ്പെടുത്തി. പെട്ടെന്നൊരു കഥ ജൂലി അംബേഴ്സൺ അങ്ങനെ ഉണ്ടാക്കിയതും ഹെയ്സൽ ജൂലിയോട് പറഞ്ഞു, നിങ്ങൾ ആരാ എന്ന് എനിക്കറിയത്തില്ല. ഡസൻ സ്ത്രീകളോട് മോശമായി പെരുമാറില്ല എന്ന് പക്ഷെ എനിക്കറിയാം. ഡസ്റ്റിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഹെയ്സൽ ലങ്കാസ്റ്റർ അങ്ങനെ പറഞ്ഞതും വിക്ടോറിയ സ്റ്റെർലിംഗ് ഹെയ്സലിനോട് പറഞ്ഞു, മിസ് ഹെയ്സൽ, ആ നിൽക്കുന്ന സ്ത്രീ ആരെന്നറിയില്ലല്ലേ? അത്
മോൺഗോമറി പാലസിലെ ജൂലി അംബേഴ്സനാണ്. മോൺഗോമറി പാലസിലെ പുതിയ രാജകുമാരി ഡാലിയ നിക്കോൾസിനെ കുറിച്ച് ഹെയ്സൽ ലങ്കാസ്റ്ററും കേട്ടിട്ടുണ്ട്. മിൽസ്ബർഗിൽ നിന്ന് സുന്ദരിയായ ഒരു രാജകുമാരിയെ മോൺഗോമറി പാലസ് ദത്തെടുത്തു എന്നുള്ള കഥ സ്റ്റോണിയിൽ എല്ലാവർക്കും അറിയാം. മോൺഗോമറി പാലസിന്റെ ഏതാണ്ട് പകുതി ഭരണവും ആ സുന്ദരിക്കാണെന്നുള്ള കാര്യവും ഇപ്പോൾ എല്ലാവരും അറിയുന്ന കാര്യമാണ്. ആ സുന്ദരിയാണോ ഈ നിൽക്കുന്ന ജൂലി അംബേഴ്സൺ എന്നുള്ള സംശയം ഹെയ്സലിനുണ്ടായതും ഹെയ്സലിനോടായി വിക്ടോറിയ കാര്യങ്ങൾ വിശദമാക്കി. ഹെയ്സൽ രാജകുമാരി ഡാലിയ നിക്കോൾസിന്റെ കസിനാണ് ജൂലി അംബേഴ്സൺ. ആ ജൂലി അംബേഴ്സണ് നിങ്ങളുടെ ഈ ഓയിൻമെന്റ് വാങ്ങാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് അവരുടെ വന്നത്. പക്ഷേ നിന്റെ ഈ ഡസൻ റൈസ് കാര്യങ്ങളെല്ലാം അവതാളത്തിലാക്കി. അയാൾ ജൂലി അംബേഴ്സനെ ശരിക്കും അപമാനിച്ചിരിക്കുകയാണ്. വിക്ടോറിയ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞതും ജൂലി അംബേഴ്സൺ ഹെയ്സലിനോട് പറഞ്ഞു, ഹെയ്സൽ, ഇവിടെ എനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം നീ മറക്കരുത്. ഞാൻ ഓർഡർ ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ എന്നെ തടസ്സപ്പെടുത്തിയതിന് എനിക്ക് നഷ്ടപരിഹാരം നിങ്ങൾ നൽകണം. അത് കേട്ടതും ഇസബല്ല ഹെയ്സലോട് പറഞ്ഞു, ഹെയ്സൽ, നീ നഷ്ടപരിഹാരം നൽകുന്നില്ലെങ്കിൽ നിന്റെ ഈ സ്ഥാപനം ഇന്ന് തന്നെ സീൽ ചെയ്യും. മോൺഗോമറി പാലസ് വിചാരിച്ചാൽ എന്ത് നടക്കുമെന്ന് നിനക്കറിയാമല്ലോ. ചക്രവർത്തിയും വെസ്റ്റ് ലൊക്കോസിയയിലെ സാക്ഷാൽ റൂഫസ് റൈസും കഴിഞ്ഞാൽ അടുത്ത പ്രധാനി യൂജിൻ മോൺഗോമറിയാണ്. ആ യൂജിൻ മോൺഗോമറി വിചാരിച്ചാൽ ഡ്രാഗൺ മാർഷിൽ നടക്കാത്ത കാര്യങ്ങൾ ഒന്നുമേ ഇല്ല എന്ന് ഹെയ്സലിന് നന്നായിട്ട് അറിയാം. ഇസബല്ലയും വിക്ടോറിയയും ജൂലി അംബേഴ്സണും ആ ശൈലിയിൽ ഹെയ്സലിനോട് സംസാരിച്ചപ്പോൾ ഹെയ്സൽ ഡസ്റ്റിൻ്റെ അടുത്തേക്ക് വന്ന് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, നമ്മൾ എന്ത് ചെയ്യും? ഹെയ്സൽ, ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. ശബ്ദം താഴ്ത്തി ഡസൻ റൈസും ഹെയ്സലിനോട് സംസാരിക്കുമ്പോൾ ഇസബല്ല ഉറക്കെ ഹെയ്സലിനോടും ഡസ്റ്റിനോടായി പറഞ്ഞു, നിങ്ങൾക്ക് ഭയമുണ്ടെന്ന് എനിക്കറിയാം. തൽക്കാലം ഡസൻ ഞങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി മാപ്പ് പറയട്ടെ. മാപ്പ് പറഞ്ഞു കഴിയുമ്പോൾ അടുത്തത് എന്ത് വേണമെന്ന് ഞാൻ പറയാം. അതെ, ഡസൻ ആദ്യം മാപ്പ് പറയട്ടെ. വിക്ടോറിയ സ്റ്റെർലിംഗും അതുപോലെ ജൂലി അംബേഴ്സണും ആ കാര്യം ആവർത്തിച്ചതും ശരിക്കും ഒരു ടെൻഷൻ ഹെയ്സലിന്റെ മുഖത്തുണ്ടാവുകയാണ്. മോൺഗോമറി പാലസിനെ പിണക്കിയാൽ അവളുടെ ബിസിനസ് അവസാനിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. മോൺഗോമറി പാലസിനെ പിണക്കാതിരിക്കാൻ വേണ്ടി ഡസൻ മാപ്പ് പറയുന്നതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായം സ്വാഭാവികമായും ഹെയ്സലിന്റെ മനസ്സിലുണ്ട്. ഹെയ്സൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസൻ, മാപ്പ് പറഞ്ഞാൽ അവർ നമ്മൾ വെറുതെ വിടും. ഹെയ്സൽ, അതൊന്നും വേണ്ട. ഡസൻ ജൂലിയും വിക്ടോറിയയും ഇസബെല്ലയും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നോക്ക്, ഞാൻ മാപ്പ് പറയണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അത് നടക്കില്ല. പകരം നിങ്ങൾ മൂന്നുപേരും മാപ്പ് പറയണം. ഇവിടെ ഇത്തരത്തിലൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് മൂന്ന് പേർക്കും വ്യക്തിപരമായി പങ്കുണ്ട്. നിങ്ങൾ മൂന്ന് പേരും മുട്ടുകുത്തി എന്നോട് മാപ്പ് പറയണം. രണ്ടാമത്, എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് തരണം ചെയ്യാൻ നിങ്ങൾ നഷ്ടപരിഹാരം നൽകണം. മൂന്ന് പേരും കൂടി $300 മില്യൺ നഷ്ടപരിഹാരം നൽകിയാൽ നിങ്ങളെ ഇവിടുന്ന് ഞാൻ വിടുന്നതിനെ കുറിച്ച് ആലോചിക്കാം. സ്റ്റോണിയയിലെ ഏറ്റവും പ്രമുഖമായ കുടുംബങ്ങളിൽ ഒന്നാണ് സ്റ്റെർലിംഗ് കുടുംബം. അതുപോലെ പ്രാധാന്യമുള്ള കുടുംബമാണ് ടോബി കുടുംബം. ഇവർക്ക് 2 പേർക്ക് മുകളിൽ റോയൽ കുടുംബമാണ് സാക്ഷൽ മോൺഗോമറി കുടുംബം. ഡ്യൂക്ക് ഡങ്കൻ ബെല്ലാഡിന്റെ റോയൽ കുടുംബം, തോമസ് ബൈറന്റെ കുടുംബവും റോയൽ കുടുംബമാണ്. അതുപോലെ മറ്റൊരു റോയൽ കുടുംബമാണ് സ്റ്റോണിയയിലെ സ്പാനർ കുടുംബം. 4ാമത്തെ റോയൽ കുടുംബമാണ് മോൺഗോമറി കുടുംബം. ആ മോൺഗോമറി കുടുംബത്തിലെ ജൂലി അംബേഴ്സണോടാണ് മുട്ടുകുത്താൻ ഡസൻ റൈസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ മോൺഗോമറി കുടുംബം $100 മില്യൺ നഷ്ടപരിഹാരം കൊടുക്കുകയും വേണം. ഡസന്റെ ആവശ്യം കേട്ടപ്പോൾ അവിടെ ഈ കഥയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കൂട്ടം മാത്രമല്ല, സാക്ഷാൽ ഹെയ്സലും ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. ഹെയ്സൽ അമ്പരപ്പോടെ ഡസനെ നോക്കുന്നുണ്ടതും വിക്ടോറിയ സ്റ്റെർലിംഗ് അവളുടെ പുറകെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, അവരെ പിടിച്ചു കേട്ട്. കേൾക്കേണ്ട താമസം വിക്ടോറിയക്കൊപ്പമുള്ള ആളുകളും ഇസബല്ലയ്ക്കൊപ്പമുള്ള ആളുകളും അതുപോലെ ജൂലി അംബേഴ്സണൊപ്പമുള്ള ആളുകളും അവരുടെ കയ്യിലെ ആയുധങ്ങളുമായി ഡസൻ റൈസിനെ അങ്ങ് വളഞ്ഞു. ഏകദേശം ഒരു 60ഓളം ആളുകൾ വരും. ആ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഡസനെ വളഞ്ഞതും ഡ്യൂ ഓയിൻമെന്റ് ബുക്ക് ചെയ്യാൻ വന്ന ആൾക്കൂട്ടം പെട്ടെന്ന് പുറകോട്ട് നീങ്ങി. ശരിക്കും ഒരു സംഘടനം നടക്കാൻ പോവുകയാണെന്ന് ആ ആൾക്കൂട്ടത്തിന് മനസ്സിലായതുകൊണ്ട് തടി രക്ഷിക്കാൻ വേണ്ടി ആളുകൾ ഗേറ്റിലേക്ക് നീങ്ങിയതാണ്. ആ ആൾക്കൂട്ടത്തിനും ഡസനെ വളഞ്ഞു നിൽക്കുന്ന ആ മാർഷൽ ആർട്ടിസ്റ്റുകൾക്കും ഇടയിലായി
ലങ്കാസ്റ്റർ മെഡിസിൻ്റെ ആ സെക്യൂരിറ്റി ഗാർഡുകളുമുണ്ട്. അവർ പക്ഷേ ഒരു 20 പേരേ വരും. ഡസ്റ്റിന് വളഞ്ഞു നിൽക്കുന്ന ആളുകൾ ഏകദേശം 60 ആളുകൾ വരും. ഡസ്റ്റിനെ എല്ലാവരും കൂടി വളഞ്ഞതും ഹെയ്സൽ അവരോട് പറഞ്ഞു, ഏയ് ഇത് ശരിയല്ല. അത് കേട്ടതും ഡസ്റ്റിൻ ഹെയ്സലിനോട് പറഞ്ഞു, ഹെയ്സൽ പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ റൈസ് ആ 60 അംഗ ടീമിനെ ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. ഡസ്റ്റിൻ അവരൊന്ന് സ്കാൻ ചെയ്തിട്ട് അവരുടെ പുറകിൽ നിൽക്കുന്ന ജൂലി അംബേഴ്സിനെയും വിക്ടോറിയ സ്റ്റെർലിങ്ങിനെയും അതുപോലെ ഇസബല്ല ടോബിയെ ഒന്ന് നോക്കി അവരോട് എന്തോ പറയാനായിട്ട് വാ തുറന്നതാണ്. ആ നിമിഷത്തിലാണ് പെട്ടെന്ന് ഡസ്റ്റിന് തൊട്ടു മുന്നിലായി ഒരു പുക ഉണ്ടാകുന്നത്. ശരിക്കും ഒരു വെളുത്ത പുക അവിടെ ഉണ്ടായതാണ്. എന്താണ് സംഭവം എന്ന് ആർക്കൊന്നും മനസ്സിലായില്ല. ഒരു വെളുത്ത പൊടി അന്തരീക്ഷത്തിൽ വന്നതാണ് ആളുകൾ കണ്ടത്. പെട്ടെന്ന് ആ പൊടി ആ അന്തരീക്ഷത്തിൽ അങ്ങ് ലയിച്ച് ചേരുകയാണ്. ആ പൊടി ലയിച്ച് ചേർന്നതും ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച അവിടെ സംഭവിച്ചു. ഡസ്റ്റിനെ വളഞ്ഞു നിന്നിരുന്ന ആ 60 അംഗ ടീം പതുക്കെ ഒന്ന് വിറച്ചു തുടങ്ങുകയാണ്. ആ 60 അംഗ ടീം എന്തോ ശ്വസിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഒരു വിറയലും അതുപോലെ ഒരു ചുമയൊക്കെ അമ്മക്കുണ്ടായി. ആ ചുമ കൂടിക്കൂടി വന്നതും അമ്മയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം ഒലിച്ചു തുടങ്ങി. ഈ 60 അംഗ മാർഷൽ ആർട്ടിസ്റ്റ് ടീമിന് പുറകിൽ നിൽക്കുന്ന ജൂലി അംബേഴ്സനും വിക്ടോറിയയും അതുപോലെ ഇസബല്ലയും ശരിക്കും കിടുങ്ങിപ്പോയി എന്ന് പറയാം. ഒരു നിമിഷം ഒന്ന് ഞെട്ടിയെങ്കിലും ഇസബല്ല ഉറക്കെ ചോദിച്ചു, ഡസൻ നീ എന്തായി കാണിക്കുന്നത്? നീ എന്താ അണ്ടർഹാൻഡ് മെത്തഡ്സ് ഉപയോഗിക്കുകയാണോ? ആരെയും കാണാതെ ഒരു ഒളി ആക്രമണം ഡസൻ റൈസ് നടത്തിയോ എന്നുള്ള ഇസബല്ലയുടെ ചോദ്യം കേട്ടതും ആ ചോദ്യത്തിന് ഒരു സ്ത്രീ ശബ്ദമാണ് മറുപടി പറഞ്ഞത്. ഹേയ് അങ്കിള് ഈ കാര്യത്തിൽ നിരപരാധിയാണ്, ഞാനാ നിങ്ങളെ ആക്രമിച്ചത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സുന്ദരിയായ അബീഗൽ മുന്നിലേക്ക് കയറി വന്നു. ശരിക്കും അവൾ ചിരിക്കുന്നുണ്ട്. മുന്നിലേക്ക് കയറി വന്ന അബീഗലിനെ കണ്ടതും ഇസബല്ലയും അതുപോലെ ജൂലിയും വിക്ടോറിയൊക്കെ ശരിക്കും ഒന്നും മനസ്സിലാക്കാതെ അബീഗലിനെ നോക്കുന്നുണ്ടതും അബീഗൽ അവരോട് പറഞ്ഞു, ഇവരാരും വേഗം ചാവത്തൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അബീഗൽ അവളുടെ കയ്യിലെ വാച്ചിൽ ഒന്ന് നോക്കി. ഇനിയും 7 മിനിറ്റ് കൂടി ഉണ്ട്. 7 മിനിറ്റ് കഴിയുമ്പോൾ ഇവരൊക്കെ മരിക്കും. അബീഗൽ റോബിൻസന്റെ ആ വാക്കുകൾ കേട്ടതും ശരിക്കും ആ 60 അംഗ ടീം എന്ത് പറയണമെന്നറിയാതെ അബീഗലിനെ തന്നെ തുറിച്ചു നോക്കുകയാണ്. ഇപ്പോ അവരുടെ മൂക്കിലൂടെയും വായിലൂടെയും ഒഴുകുന്ന രക്തത്തിന്റെ അളവ് വർദ്ധിച്ചിരിക്കുകയാണ്. അവരുടെ കാലുകൾക്ക് ശരിക്കും ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങി. നീ എന്തായി പറഞ്ഞത്? വിക്ടോറിയ ആ ചോദ്യം ചോദിച്ചതും അബീഗൽ വിക്ടോറിയോട് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളും ഇവർക്കൊപ്പം ഉണ്ടാവും. വിക്ടോറിയോടായി അബീഗൽ പറഞ്ഞ ആ വാചകം ശരിക്കും വിക്ടോറിയയും ഇസബല്ലയും അതുപോലെ ജൂലിയും ഭയപ്പെടുത്തിയെന്ന് അവരുടെ കണ്ണുകൾ വിളിച്ചു പറയുകയാണ്. അവരുടെ കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരികയാണ്. ദേഷ്യമാണോ ഭയമാണോ ആ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ വയ്യ. ജൂലി അംബേഴ്സൺ അബീഗലോട് ചോദിച്ചു, നീ ആരോടാ കളിക്കുന്നത് അറിയാവോ? ഞാൻ മോൺഗമറി പാലസ്. നീ ഏത് പാലസിലാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ എൻ്റെ അങ്കിളിനെതിരെ നീ ഒരു വിരലനക്കാൻ ശ്രമിച്ചത് ഞാൻ കണ്ടു. നിന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങ് കൊല്ലാൻ പോവുകയാണ്. നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അടുത്ത ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നീ മരിക്കുമെന്ന്. ജൂലി അംബേഴ്സനോട് അബീഗൽ റോബിൻസൺ പറഞ്ഞ വാചകം സ്വാഭാവികമായിട്ടും ഒരു വല്ലാത്ത ഓളം അവിടെ ഉണ്ടാക്കുകയാണ്. ആ ഓളത്തിന് ഫലമുണ്ടായി. ഡസൻ റൈസിനെ വളഞ്ഞു നിന്നിരുന്ന ആ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഒന്നൊന്നായി താഴേക്ക് വീണു തുടങ്ങി. ശരിക്കും അവരുടെ കാലുകൾ തറയിൽ ഉറയ്ക്കാതായതാണ്. തറയിലേക്ക് വീണ അവരുടെ വായിലൂടെ നുരയും പതയും കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ കാഴ്ച കണ്ട വിക്ടോറിയ അബീഗലോട് പറഞ്ഞു, കുട്ടി, നീ കാണിക്കുന്നത് ശരിയല്ല. നീ ഇതിന്റെ പ്രതിപക്ഷം എന്താ? പ്രതിപക്ഷമോ? പ്രതിപക്ഷം നൽകണമെങ്കിൽ അങ്കിൾ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ 3 പേരും അങ്കിളിന് മുന്നിൽ മുട്ടുകുത്തി മാപ്പപേക്ഷിക്കണം. അതോടൊപ്പം അങ്കിളിന് നഷ്ടപരിഹാരം കൊടുക്കുകയും വേണം. അങ്കിൾ പറഞ്ഞ അത്രയും തുക. അബീഗൽ റോബിൻസന്റെ ആ വാക്കുകൾക്ക് വല്ലാത്തൊരു വെയിറ്റ് ആ നിമിഷം ഫീൽ ചെയ്യുകയാണ്. അബീഗൽ പറയുന്നത് പോലെ ചെയ്യുമെന്നൊരു തോന്നൽ അബീഗൽ പറയുന്ന കേൾക്കുന്ന ആർക്കും ഉണ്ടാകും. പെട്ടെന്ന് ഹെയ്സൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇത് അപകടമാണ്. നമ്മൾ ഇവരെ കൊന്നാൽ നമുക്കെതിരെ നടപടി ഉണ്ടാവും. ഹെയ്സൽ പറഞ്ഞ കാര്യം കേട്ടതും ഡസ്റ്റിൻ ഹെയ്സലിനോട് പറഞ്ഞു, ഹെയ്സൽ, ജസ്റ്റ് വെയിറ്റ്, അബീഗൽ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ. ഹെയ്സൽ ഡസ്റ്റിനോടും
അബിഗലിനെ നിയന്ത്രിക്കാനായി ആവശ്യപ്പെട്ട ആ സമയത്ത് ടോർബിയും വിക്ടോറിയയും അതുപോലെ ജൂലിയൊക്കെ മുഖത്തോട് മുഖം നോക്കുകയാണ്. കാരണം അവർക്കൊക്കെ ഇപ്പോൾ ആ കാഴ്ച കാണാം. അവരുടെയൊക്കെ മൂക്കിലൂടെയും വായിലൂടെയും രക്തം ഒലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതാനും മിനിറ്റുകളുടെ കഴിയുമ്പോൾ അവരും മരിക്കുമെന്ന് ഒരു സൂചന അവിടെ കിട്ടുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ഡസൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.